18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ജീവിച്ച ഒരു അനാഥനായ ചെറുപ്പക്കാരനാണ് ജീൻ ബാപ്റ്റിസ്റ്റ്. മറ്റുള്ളവരിൽ നിന്ന് അവനെ വ്യത്യസ്തനാക്കിയത് അയാളുടെ മണം പിടിക്കുന്നതിനുള്ള കഴിവാണ്. കേൾവി ശക്തികളെക്കാളും കാഴ്ചശക്തിയെക്കാളും അയാൾക്കുണ്ടായിരുന്നത് ഘ്രാണശക്തിയാണ്, അതായത് മണം പിടിക്കുന്നതിനുള്ള കഴിവ്. അയാളുടെ ആ ഒരു കഴിവ് പല വിധത്തിലുള്ള സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ അയാളെ പ്രഗത്ഭനാക്കി. പക്ഷേ അതിലൊന്നും അയാൾ സംതൃപ്തനായില്ല. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഏതു മനുഷ്യനും വീണു പോകുന്ന ഒരു പെർഫെക്റ്റ് പെർഫ്യൂം അല്ലെങ്കിൽ സുഗന്ധദ്രവ്യം ഉണ്ടാക്കണം എന്നതായിരുന്നു അവൻ്റെ ലക്ഷ്യം. അതിനായിട്ട് അവൻ ചെയ്ത ഒരു ക്രൂരകൃത്യം എന്ന് പറയുന്നത് പെൺകുട്ടികളെ തേടി കണ്ടുപിടിച്ച് അവരുടെ ശരീരത്തിൽ നിന്ന് സുഗന്ധം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്ന ക്രൂരകൃത്യം വരെ എത്തി. അതിനായിട്ട് അവൻ പെൺകുട്ടികളെ കൊല്ലാൻ വരെ തുടങ്ങി. പെർഫ്യൂം ഉണ്ടാക്കാനായി ഇറങ്ങി തിരിച്ച ജീൻ എന്ന ഈ കൊലയാളിയുടെ കഥ പറയുന്ന ത്രില്ലർ ഫാന്റസി മൂവിയാണ് 2006 പുറത്തിറങ്ങിയ പെർഫ്യൂം ദ സ്റ്റോറി ഓഫ് എ മർഡറർ. ഈ മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലെ ജയിലിൽ വധശിക്ഷയ്ക്കായിട്ട് കാത്തിരിക്കുന്ന ജീൻ എന്ന ചെറുപ്പക്കാരനെയാണ്. ഉടൻ തന്നെ കുറച്ച് പടയാളികൾ വന്ന് അവനെ ജയിലിൽ നിന്ന് വലിച്ചിഴിച്ചുകൊണ്ട് ജനസമൂഹത്തിന് മുൻപിൽ അവനെ കൊണ്ടുപോയി നിർത്തുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടം എല്ലാവരും അവനെതിരെ അലറി വിളിക്കുകയാണ്. അവൻ്റെ വധശിക്ഷ എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കണമെന്നതായിരുന്നു അവരുടെ എല്ലാവരുടെയും ആവശ്യം. തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു പ്രധാന അധികാരി അവൻ്റെ വധശിക്ഷയ്ക്ക് തൊട്ടു മുൻപായിട്ട് അവൻ്റെ കുറ്റപത്രം ജനമുൻപാകെ എടുത്തു വായിക്കുകയാണ്. ഇനി വെറും 2 ദിവസത്തിനുള്ളിൽ തന്നെ ജീനിൻ്റെ വധശിക്ഷ നടപ്പിലാക്കും. ഇരുമ്പ് കണ്ടുകൊണ്ട് അവനെ അടിച്ച് പരിക്കേൽപ്പിച്ചതിനു ശേഷം അവനെ കഴുമരത്തിൽ കയറ്റും. ജീനിൻ്റെ വധശിക്ഷയ്ക്ക് കാരണമായ സംഭവം നടക്കാൻ തുടങ്ങിയത് വർഷങ്ങൾക്ക് മുൻപാണ്. ഏകദേശം 18-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെയാണ് ജീൻ ബാപ്റ്റിസ്റ്റ് എന്ന ആ ഒരു ചെറുപ്പക്കാരൻ ജനിച്ചത്. ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിൽ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റിലെ ഒരു വിൽപ്പനക്കാരിയാണ് ആ ഗർഭിണിയായ ആ യുവതി. ആ മാർക്കറ്റിലായിരുന്നപ്പോൾ തന്നെയായിരുന്നു ആ ഗർഭിണിക്ക് പ്രസവവേദന വന്നത്. ആ മാർക്കറ്റിലെ ഒരു ചെറിയ ഇടുക്ക് സ്ഥലത്തിൽ വെച്ച് തന്നെ ആ സ്ത്രീ പ്രസവിക്കുകയാണ്. അതും ഒരു ആൺകുഞ്ഞിനെയാണ് അവൾ പ്രസവിച്ചത്. ആ സ്ത്രീക്ക് ഇതിനു മുമ്പുണ്ടായിരുന്ന പ്രസവങ്ങളെല്ലാം അലസിപ്പോയിരുന്നു. ഇതിനു മുൻപ് അവൾക്ക് ജനിച്ചു വീണ കുഞ്ഞുങ്ങളെല്ലാം മരണപ്പെടുകയായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ അവൾക്ക് ജനിച്ച കുഞ്ഞും മരണപ്പെട്ടു എന്നാണ് അവൾ വിശ്വസിച്ചത്. കാരണം ജനിച്ചയുടനെ ആ കുഞ്ഞിന് കരച്ചിലോ യാതൊരു വിധത്തിലുള്ള അനക്കവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മരിച്ചുപോയ ആ കുഞ്ഞിനെ എടുത്ത് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു വേസ്റ്റ് ബിന്നിൽ അവൾ ഉപേക്ഷിക്കുകയാണ്. അതെല്ലാം കഴിയെ തിരികെ അവളുടെ കടയിലേക്ക് ചെന്ന് അവൾ അവളുടെ ജോലി ചെയ്യുകയാണ്. പക്ഷേ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോഴായിരുന്നു മരിച്ചുപോയ കുഞ്ഞിന് ജീവൻ വന്നത്. തിരികെ ജീവൻ കിട്ടിയ ആ ഒരു കുഞ്ഞിന് ആ ഫിഷ് മാർക്കറ്റിലുണ്ടായിരുന്ന ദുർഗന്ധവും അതുപോലെ തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന അഴുക്ക് ചാലിൽ നിന്ന് നാറ്റവും മാത്രമായിരുന്നു ആ കുഞ്ഞിന് അരികിലുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു ദുർഗന്ധമൊക്കെ കാരണം ആ കുഞ്ഞ് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആദ്യത്തെ കരച്ചിൽ കരയുകയാണ്. ആ മാർക്കറ്റിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാം ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുകയാണ്. ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് അതിനെ വേസ്റ്റ് ബിന്നിൽ ഇട്ടതാണെന്നാണ് അവിടെ കൂടിയിരുന്നവരെല്ലാം വിചാരിച്ചത്. അതുകൊണ്ട് ആ കുഞ്ഞിൻ്റെ അമ്മ ആരാണെന്ന് ആ ജനങ്ങളെല്ലാം തേടി കണ്ടുപിടിക്കുകയാണ്. ആ കുഞ്ഞ് മരണപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചായിരുന്നു ആ സ്ത്രീ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചത്. പക്ഷേ ആ കുഞ്ഞിന് യഥാർത്ഥത്തിൽ ജീവനുണ്ടായിരുന്നു. പക്ഷേ ആ കുഞ്ഞിനെ ജീവനോടെ കൊല്ലാൻ ശ്രമിച്ച ആ കുറ്റത്തിന് അവിടെ ഉണ്ടായിരുന്ന ആ ജനങ്ങളെല്ലാം ആ സ്ത്രീയെ പിടികൂടുകയാണ്. അതെല്ലാം കഴിഞ്ഞ് ആ സ്ത്രീയുടെ വിചാരണയും കഴിഞ്ഞതിന് ശേഷം ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ആ സ്ത്രീയെ തൂക്കിലേറ്റി കൊല്ലുകയാണ്. ആ വേസ്റ്റ് ബിന്നിൽ നിന്ന് കിട്ടിയ ആ ഒരു കുട്ടിയെ മാഡം ഗെലാഡ്സ് എന്ന ഒരു ഓർഫണേജിലേക്ക് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം ഏൽപ്പിക്കുകയാണ്. ആ ഒരു ഓർഫണേജ് എന്ന് പറയുന്നത് പല രീതിയിലും പല വയസ്സിലുമുള്ള പലതരത്തിലുള്ള കുട്ടികൾ ജീവിച്ചു വരുന്ന ഒരു ഓർഫണേജാണ്. അവരെല്ലാം കൂടിയിരിക്കുന്ന ആ ഒരു വലിയ കൂട്ടത്തിലേക്ക് ഒരു സ്ത്രീ ആ ഒരു ചെറിയ കുട്ടിയെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആ സ്ത്രീ ആ കുഞ്ഞിനും ഒരു പേരിട്ടു, ജീൻ ബാപ്റ്റിസ്റ്റ്. അവിടെ വന്ന ആ കുഞ്ഞിൻ്റെ കരച്ചിൽ ബാക്കിയുണ്ടായിരുന്ന കുട്ടികൾക്കെല്ലാം വളരെ അസ്വസ്ഥതയാണ് ഉണ്ടാക്കിയത്. കുഞ്ഞു വന്ന ആ ദിവസം തന്നെ കുഞ്ഞിൻ്റെ ആ ഒരു കരച്ചിൽ കേട്ട് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു കുട്ടി ജീൻ എന്ന ആ കുഞ്ഞിനെ ഉപദ്രവിക്കാനായിട്ട് കൈകൊണ്ട് വന്നപ്പോഴാണ് ജീൻ എന്ന കുട്ടി മണത്ത് കണ്ടുപിടിച്ച് അവൻ്റെ വിരലിൽ കയറി പിടിച്ചത്. ആ കുഞ്ഞിൻ്റെ ഈ ഒരു പ്രവൃത്തി കണ്ട് ആ ചുറ്റും കൂടിയിരുന്ന ആ ബാക്കിയുള്ള കുട്ടികളെല്ലാം അന്താളിച്ചു പോയി. അതിനെല്ലാം ശേഷം അവിടെ കൂടിയിരുന്ന ആ കുട്ടികളെല്ലാം ഈ കുഞ്ഞിനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടെ ഒരു തലയണ എടുത്തുകൊണ്ടുവന്ന് ആ കുഞ്ഞിൻ്റെ തലയിലേക്ക് പിടിച്ച് മൂടാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ജീൻ എന്ന ആ കുഞ്ഞ് വാവിട്ട് കരഞ്ഞത് കേട്ട് മാഡം ഗെയിലാഡെന്ന ആ ഓർഫണേജിലെ സ്ത്രീ വന്ന് ഇവയെല്ലാം കാണുകയായിരുന്നു. ആ കുട്ടികളെല്ലാം ഈ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് മനസ്സിലാക്കിയ മാഡം ഗെയിലാഡെന്ന ആ സ്ത്രീ അവിടെ ഉണ്ടായിരുന്ന ആ കുട്ടികളെല്ലാം തല്ലുകയാണ്. ആ കുട്ടികൾ കാണിച്ച ക്രൂരമായ പ്രവൃത്തിക്ക് ശിക്ഷയായിട്ടാണ് ആ സ്ത്രീ അവരെ തല്ലിയത്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി.
ജീൻ എന്ന കുഞ്ഞിന് ഇപ്പോൾ 5 വയസ്സായിട്ടുണ്ട്. 5 വയസ്സായെങ്കിലും ആ കുഞ്ഞിതുവരെ സംസാരിച്ചിട്ടില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ബാക്കിയുള്ള കുട്ടികളെല്ലാം ഇവനെ അവഗണിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജീനിന് ആ ഒരു അനാഥാലയത്തിൽ കൂട്ടായിട്ട് ആരും തന്നെ ഇല്ലായിരുന്നു. അവന് ഒഴിവു സമയങ്ങൾ കിട്ടുമ്പോൾ അവനുണ്ടായിരുന്ന ആ ഒരു പ്രത്യേക കഴിവിലാണ് അവൻ സമയം ചെലവഴിച്ചത്. ജീനിന് തൊട്ടടുത്തുള്ള സാധനങ്ങളുടെയും കുറച്ച് അകലെയാണെങ്കിലും ആ സാധനങ്ങളുടെ മണം തിരിച്ചറിയാൻ കഴിയും. അതെന്ത് സാധനമാണെന്നും എത്രത്തോളം ദൂരത്തിലാണെന്നും വരെ അവൻ അറിയാൻ കഴിയുന്നതാണ്. അതുമാത്രമല്ല, ചില വസ്തുക്കളുടെ ഗന്ധം അത് അവന് മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ. മറ്റാർക്കും അറിയാൻ കഴിയത്തില്ലെങ്കിലും അത് അവന് മാത്രം മണത്തെടുക്കാൻ സാധിക്കും. ഇതെല്ലാം അവനുണ്ടെങ്കിലും അവന് ചെറിയൊരു പോരായ്മയുണ്ട്. നല്ല മണം ഏതാണെന്നും അഴുക്ക് മണം ഏതാണെന്നും വേർതിരിച്ച് അവന് തിരിച്ചറിയാൻ കഴിയത്തില്ല. പക്ഷേ എന്നിരുന്നാലും അവൻ ഈ ഒരു പ്രവൃത്തിയിൽ അങ്ങ് മുഴുകി മുമ്പോട്ടേക്ക് നീങ്ങുകയാണ്. ചില സമയങ്ങളിൽ ചത്ത മൃഗങ്ങളുടെയും ചില വൃത്തിഹീനമായ വസ്തുക്കളുടെ ഗന്ധം പോലും അവൻ മണത്തറിഞ്ഞ് ആസ്വദിക്കാൻ ശ്രമിക്കാറുണ്ട്. അവൻ്റെ ഈ ഒരു സ്വഭാവം കൊണ്ട് തന്നെ കൂടെയുള്ള കുട്ടികളെല്ലാം പരമാവധി അവനെ പരിഹസിക്കുകയാണ്. ചില സമയങ്ങളിൽ ചീഞ്ഞ പഴങ്ങൾ വരെ അവൻ്റെ നേരെ എറിഞ്ഞ് അവനെ കളിയാക്കാറുണ്ട്. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കടന്നുപോയി. പതിയെ ജീൻ ഇപ്പോൾ സംസാരിക്കാനും പഠിച്ചിട്ടുണ്ട്. കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ അടുത്തുള്ള വസ്തുക്കളും കുറച്ച് അകലെയുള്ള വസ്തുക്കളും അത് ഏതാണെന്നും അതിൻ്റെ പേരെന്താണെന്നും മണത്തറിഞ്ഞ് പറയാനായിട്ട് ജീനിന് ഇപ്പോൾ സാധിക്കും. അങ്ങനെ ജീനിന് 13 വയസ്സായപ്പോഴാണ് മാഡം ഗൈലാഡ് എന്ന ആ സ്ത്രീ ഒരു തോലുറ പണിശാലക്കാരനായിട്ടുള്ള ഗ്രിമാൾ എന്ന ആൾക്ക് അവൾ വിറ്റത്. ഗ്രിമാൾ അവനെ ഒരു അപ്രൻറ്റീസായിട്ട് അവൻ്റെ കൂടെ നിർത്തി. അങ്ങനെ ജീനിനെ വിറ്റ കാശും കൊണ്ട് മാഡം ഗെയിലാഡ് തിരികെ പോകുന്ന വഴിയാണ് ആ സ്ത്രീയെ കുറിച്ച് കൊള്ളക്കാർ ആക്രമിക്കുകയും അവളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. ജീൻ ചേർന്ന ആ തുകൽ വ്യവസായത്തിൽ അവർക്ക് 5 വർഷത്തെ കാലാവധിയാണുള്ളത്. 5 വർഷം കഴിഞ്ഞാൽ അവരെ മറ്റൊരു ഉടമയിലേക്ക് കൈമാറും. പക്ഷേ എങ്ങനെയും ആ ഒരു തുകൽ വ്യവസായത്തിൽ പിടിച്ചു നിൽക്കണമെന്ന വാശിയോടെ ജീൻ എല്ലാ ദിവസവും കഠിനമായിട്ട് പ്രയത്നിക്കാൻ ശ്രമിച്ചു. അതുമാത്രമായിരുന്നില്ല അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഉദ്ദേശം. ആ സ്ഥലത്ത് നിന്ന് നല്ല രീതിയിൽ പണിയെടുത്ത് കുറച്ച് നല്ല നഗരങ്ങളിലേക്ക് ചേക്കേറണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. ഇപ്പോൾ അവനറിയാവുന്ന ഗന്ധങ്ങളെക്കാളും കൂടുതൽ ഗന്ധങ്ങൾ തിരിച്ചറിയാൻ പഠിക്കുക. കൂടുതൽ മണങ്ങളും കൂടുതൽ ഗന്ധങ്ങളും തിരിച്ചറിയണമെങ്കിൽ മറ്റു നഗരങ്ങളിലേക്ക് ചേക്കേറാം. അതായിരുന്നു ജീനിൻ്റെ മറ്റൊരു ആഗ്രഹം. അങ്ങനെ ജീൻ ആ ഒരു പണിശാലയിൽ ഏകദേശം 10 മണിക്കൂറോളമാണ് ഒരു ദിവസം തന്നെ പണിയെടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയപ്പോഴാണ് ജീനിനെ വിൽക്കാനായിട്ട് ഗ്രിമാൾ മറ്റൊരു മാർക്കറ്റിലേക്ക് അവനെ കൊണ്ടുവന്നത്. ഒരു വിൽപ്പന ചരക്കായിട്ട് അവനെ ആ ഒരു സ്ട്രീറ്റിലൂടെ നടത്തിക്കൊണ്ടു വന്നപ്പോൾ അവൻ ആ നഗരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഗന്ധങ്ങൾ തിരിച്ചറിയാനായിട്ട് ശ്രമിച്ചു. അത് നല്ല ഗന്ധമെന്നോ ചീത്ത ഗന്ധമോ എന്നോ ഇല്ല. അവൻ എല്ലാ തരത്തിലുള്ള ഗന്ധങ്ങളും ആസ്വദിച്ച് മണത്തെടുത്തു. ജീനിൻ്റെ കച്ചവടം മറ്റൊരാളുമായിട്ട് ഗ്രിമാൾ നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ജീൻ ഗ്രിമാളിൻ്റെ അടുത്ത് നിന്ന് മാറി മറ്റൊരിടത്തേക്ക് മണം പിടിച്ച് നടന്നു പോയത്. ജീൻ ഇതുവരെ മണത്തറിഞ്ഞിട്ടില്ലാത്ത അതുപോലൊരു നല്ല ഗന്ധം മണത്തറിഞ്ഞതുകൊണ്ടാണ് അവൻ അങ്ങോട്ടേക്ക് നടന്നു നീങ്ങിയത്. അവൻ നടന്നെത്തിയത് ഒരു പെർഫ്യൂം ഷോപ്പിലേക്കായിരുന്നു. ആ ഒരു പെർഫ്യൂം ഷോപ്പിൽ നിന്ന് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പെർഫ്യൂമിൻ്റെ മണമായിരുന്നു അവൻ അറിഞ്ഞത്. അമോർ ആൻഡ് സൈക്കി എന്ന പേരുള്ള ആ ഒരു പ്രത്യേക തരത്തിലുള്ള പെർഫ്യൂമിൻ്റെ മണം അവൻ അത്രയധികം ആകർഷിച്ചു. അതുമാത്രമല്ല, ആ ഒരു സെൻറ്റ് ഉണ്ടാക്കിയ അല്ലെങ്കിൽ ആ ഒരു പെർഫ്യൂം ഉണ്ടാക്കിയ ആളെ വരെ അവൻ ആ ഷോപ്പിൽ വെച്ച് കണ്ടു. അതിൻ്റെ കൂടെ തന്നെ ആ ഷോപ്പിൽ വെച്ച് അവൻ മറ്റൊരു കാര്യം കൂടെ തിരിച്ചറിഞ്ഞു. പല രീതിയിലുള്ള സെൻറ്റ് അല്ലെങ്കിൽ പെർഫ്യൂമുകൾ കൂട്ടിച്ചേർത്ത് മറ്റൊരു പുതിയ പെർഫ്യൂം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അവന് മനസ്സിലായി. അങ്ങനെ ആ ഷോപ്പിലേക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ജീൻ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഏറ്റവും മനോഹരവും ഏറ്റവും ആകർഷകവുമായ മറ്റൊരു ഗന്ധം അവൻ തിരിച്ചറിഞ്ഞത്. പക്ഷേ അത് ആ ഒരു പെർഫ്യൂം ഷോപ്പിൽ നിന്ന് വന്ന ഗന്ധമല്ലായിരുന്നു. അത് ആ ഒരു സ്ട്രീറ്റിലൂടെ നടന്നുപോയ ഒരു സ്ത്രീയിൽ നിന്ന് വന്ന ഒരു പ്രത്യേക ഗന്ധമായിരുന്നു. അതൊരു സ്ത്രീയിൽ നിന്നുള്ള സെൻറ്റിൻ്റെ ഗന്ധമാണെന്ന് അവനത് അറിഞ്ഞില്ലായിരുന്നു. അവൻ ആ മണത്തിൻ്റെ ഉറവിടം തേടിത്തപ്പി അതിൻ്റെ പുറകെ നടന്നു നീങ്ങിയപ്പോഴാണ് അവന് മനസ്സിലായത് അതൊരു സ്ത്രീയിൽ നിന്നുള്ള ഗന്ധമായിരുന്നു. ചുവന്ന മുടിക്കാരിയായിട്ടുള്ള ആ ഒരു സ്ത്രീ പ്ലമ്മുകൾ വിൽക്കുന്ന ഒരു കച്ചവടക്കാരിയായിരുന്നു. അവൻ ആ സ്ത്രീയെ ആ നഗരത്തിൽ വെച്ച് തന്നെ പിന്തുടരാനായിട്ട് ശ്രമിച്ചു. ആ സ്ട്രീറ്റിൻ്റെ പല ഭാഗങ്ങളിൽ വെച്ച് അവൻ ആ സ്ത്രീയുടെ പുറകെ തന്നെ നടന്നുകൊണ്ടിരുന്നു. അവനെങ്ങനെ നടന്ന് ആ സ്ത്രീയുടെ തൊട്ടടുത്തെത്തിയപ്പോഴാണ് ആ സ്ത്രീയുടെ തോളിനോട് ചേർന്ന് നിന്ന് അവൻ ആ ഗന്ധം മണത്ത് വലിച്ചു പിടിക്കാൻ ശ്രമിച്ചത്. പെട്ടെന്ന് പേടിയോടെയാണ് ആ സ്ത്രീ ഒന്ന് തിരിഞ്ഞു നോക്കിയത്. അവൻ്റെ ആവശ്യം എന്താണെന്ന് ആ സ്ത്രീ അവനോട് ചോദിച്ചറിയാൻ ശ്രമിച്ചപ്പോൾ അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ആ സ്ത്രീയുടെ അരികിൽ നിന്ന് പഴം വാങ്ങാൻ വന്ന ആളാണെന്നാണ് പിന്നെ അവൾ വിചാരിച്ചത്. ആ സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്ന ചില പ്ലമ്മിൻ്റെ പഴങ്ങൾ അവൻ്റെ അരികിലേക്ക് നീട്ടിയപ്പോൾ ജീൻ പെട്ടെന്ന് തന്നെ ആ സ്ത്രീയുടെ കൈ വലിച്ചു പിടിച്ച് അവളുടെ കയ്യിലേക്ക് അവൻ്റെ മുഖം ചേർത്ത് പിടിച്ച് ആ മണം വലിച്ചെടുക്കാൻ ശ്രമിച്ചു. ജീനിൻ്റെ ഈ ഒരു വികൃതമായ പ്രവൃത്തി കണ്ട് ആ സ്ത്രീ പെട്ടെന്ന് തന്നെ പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോയി. പക്ഷേ ജീൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവളുടെ ആ ഒരു ഗന്ധം മണത്ത് പിടിച്ച് അവൻ അവളുടെ പുറകെ ഓടിച്ചെല്ലുകയാണ്. അവളെ തേടി പോയപ്പോഴാണ് കുറച്ച് അകലെ ഒരു മേശയുടെ അരികിൽ അവൾ ഇരിക്കുന്നത് അവൻ കണ്ടത്.
അവൻ വീണ്ടും അവൾ അറിയാതെ അവളുടെ പുറകെ മണത്ത് പിടിച്ച് അവളുടെ അരികിലേക്ക് ചെല്ലുകയാണ്. അവൾ വീണ്ടും ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ജീൻ അവളുടെ തൊട്ടരികിൽ നിൽക്കുന്നത് കണ്ട് അവൾ വീണ്ടും ഞെട്ടിത്തിരിച്ചു. അവനെ പെട്ടെന്ന് തന്നെ തൻ്റെ അരികിൽ കണ്ട ആ ഒരു പേടിയിൽ ആ ഒരു സ്ത്രീ അലറിക്കരയുകയാണ്. പക്ഷേ ജീൻ പെട്ടെന്ന് തന്നെ അവൻ്റെ കൈ ഉപയോഗിച്ച് അവളുടെ വാ പൊത്തിപ്പിടിച്ച് അവളെ ഒരു സൈഡിലേക്ക് വലിച്ചു മാറ്റുകയാണ്. അവൻ്റെ തൊട്ടരികിൽ ആ ഒരു സ്ട്രീറ്റിലൂടെ 2 പേർ നടന്നു വരുന്നത് കണ്ടപ്പോഴാണ് ജീൻ അവളുടെ വായ പൊത്തിപ്പിടിച്ച് ഒരു സൈഡിലേക്ക് മാറി നിന്നത്. ആ വഴിയിൽ കൂടി നടന്നു പോകുന്ന ആരും തന്നെ അത് കാണരുതെന്ന് വിചാരിച്ചാണ് അവൻ അങ്ങനെ ചെയ്തത്. ആ വഴിയിലൂടെ നടന്നു വന്ന ആ 2 പേർ പോകുന്നത് വരെ അവൻ അവളുടെ വായ പൊത്തിപ്പിടിച്ച് നോക്കി നിൽക്കുകയായിരുന്നു. ആ 2 പേർ അവിടെ നിന്ന് പോയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അവൻ ആ പെൺകുട്ടിയുടെ വായിൽ നിന്ന് കൈയെടുത്തപ്പോഴാണ് അത്രയും നേരം ശ്വാസം കിട്ടാതെ ശ്വാസം മുട്ടി ആ പെൺകുട്ടി മരിച്ചു എന്ന് അവന് മനസ്സിലായത്. മനഃപൂർവ്വം അല്ലെങ്കിലും അവൻ്റെ ആ ഒരു കയ്യബദ്ധത്തിൽ ആ പെൺകുട്ടി മരണപ്പെടുകയാണ്. ആ പെൺകുട്ടി മരിച്ചു തോർത്ത് കുറേ നേരം തന്നെ ജീൻ അവിടെ വിഷമിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ ആ പെൺകുട്ടിയുടെ വസ്ത്രങ്ങൾ ഊരി മാറ്റി ആ പെൺകുട്ടിയുടെ തല തൊട്ട് കാല് വരെ അവൻ മണത്തെറിഞ്ഞ് ആ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നുള്ള ഗന്ധം വലിച്ചെടുക്കാനായിട്ട് അവൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ കുറേ നേരത്തേക്ക് മണം പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ജീനിനൊരു കാര്യം മനസ്സിലായത്. ജീവനോടെ ഉണ്ടായിരുന്നപ്പോൾ ആ പെൺകുട്ടിയിലുണ്ടായിരുന്ന വാസന അല്ലെങ്കിൽ ഗന്ധം ഇപ്പോൾ ഇല്ല. ആ ഒരു നിരാശയിൽ ജീൻ ആ പെൺകുട്ടിയുടെ ശരീരം അവിടെ ഉപേക്ഷിച്ചതിന് ശേഷം അവിടെ നിന്ന് നടന്നു നീങ്ങുകയാണ്. അന്നേ വൈകിട്ട് ജീൻ തിരികെ അവൻ്റെ യജമാനൻ ഗ്രിമാളിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ജീൻ ഓടിക്കളഞ്ഞതിന് ശിഷ്യയായിട്ട് ഗ്രിമാൾ കുറേയേറെ തവണ അവനെ അവിടെ വെച്ച് പൊതിരെ തല്ലി. അന്നേ ദിവസം രാത്രി ജീനിന് സ്വസ്ഥമായിട്ടൊന്ന് കടന്നുറങ്ങാൻ സാധിച്ചില്ല. താൻ കൊന്ന ആ പെൺകുട്ടിയെയും അവളുടെ ശരീരത്തിൽ നിന്ന് വന്ന ആ ഒരു വാസന, ആ ഒരു ഗന്ധത്തെപ്പറ്റിയായിരുന്നു അവൻ അന്നേ ദിവസം ഓർത്തിരുന്നത്. അന്നേ ദിവസം തന്നെ ജീൻ ഒരു കാര്യം അവൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു. തൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യരിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു സുഗന്ധം ഒരിക്കലും പോകാത്ത രീതിയിൽ അതിനെ സൂക്ഷിച്ചു വെക്കുക. മനുഷ്യരിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ഗന്ധം ഒരിക്കലും പോകരുത്, അങ്ങനെ പ്രിസർവ് ചെയ്തു വെക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെ അവൻ മുൻപോട്ട് നീങ്ങാനായിട്ട് തീരുമാനിച്ചു. ഇതേ സമയം ആ ഒരു നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട പെർഫ്യൂം ഓണറെ കാണിക്കുകയാണ്. ഗ്യൂസപ്പെ എന്നാണ് അയാളുടെ പേര്. തൻ്റെ കടയിലേക്ക് കസ്റ്റമറായിട്ട് ആരും തന്നെ വരുന്നില്ല എന്ന വിഷമത്തിലാണ് അയാൾ. അതിൻ്റെ പ്രധാന കാരണം അമോർ ആൻഡ് സൈക്ക് എന്ന് പറയുന്ന ആ പെർഫ്യൂമിൻ്റെ ഉടമ തന്നെയാണ്. ആ നഗരത്തിൽ അയാളുടെ ആ ഒരു പെർഫ്യൂം വന്നതിൽ പിന്നെ ഗ്യൂസപ്പയുടെ ഷോപ്പിലേക്ക് ആരും തന്നെ വരാറില്ല. ഒരു കാലത്ത് ഗ്യൂസപ്പെ തന്നെയായിരുന്നു ആ ഒരു രാജ്യത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പെർഫ്യൂം സെല്ലർ. പക്ഷേ അമോർ ആൻഡ് സൈക്ക് എന്ന് പറയുന്ന ആ ഒരു പെർഫ്യൂം സെല്ലർ വന്നതിൽ പിന്നെ അയാളുടെ കച്ചവടം ഒരു തകർച്ചയിലേക്ക് നീങ്ങുകയായിരുന്നു. പക്ഷേ എന്ത് വില കൊടുത്തും അമോർ ആൻഡ് സൈക്ക് എന്ന് പറയുന്ന അതിൻ്റെ ഉടമേനെ മറികടക്കുമെന്ന് ഗ്യൂസപ്പെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അതിനായിട്ട് പല വിധത്തിലുള്ള സെൻറ്റുകളും പല വിധത്തിലുള്ള പെർഫ്യൂമുകളും ഉണ്ടാക്കാനായിട്ട് അയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്തിന്, അമോർ ആൻഡ് സൈക്ക് എന്ന് പറയുന്ന ആ ഒരു പെർഫ്യൂം തന്നെ അയാൾക്ക് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് അയാൾ പലവട്ടം ശ്രമിച്ചു. പക്ഷേ എത്രയേറെ ഉണ്ടാക്കിയിട്ടും അമോർ ആൻഡ് സൈക്ക് എന്ന് പറയുന്ന ആ ഒരു പെർഫ്യൂമിൻ്റെ അതേ സ്മെല്ല് അയാൾക്ക് ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസമാണ് ജീൻ അവൻ്റെ പണിശാലയിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട തുണി അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വസ്തു ഡെലിവറി ചെയ്യാനായിട്ട് ഗ്യൂസപ്പയുടെ ഷോപ്പിലേക്ക് അവൻ വന്നത്. ആ ഒരു ഡെലിവറി ചെയ്യേണ്ട ആ വസ്തു വെക്കുന്നതിനായിട്ട് ഗ്യൂസപ്പെ അവൻ്റെ ലാബിലേക്ക് ജീനിനെ ക്ഷണിക്കുകയാണ്. ലാബിനകത്ത് കയറിയ ജീൻ ഗ്യൂസപ്പയുടെ ആ ഒരു ലാബ് അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. കാരണം വിവിധ തരത്തിലുള്ള സുഗന്ധദ്രവ്യങ്ങളും അതിൻ്റെ ഇൻഗ്രീഡിയൻസും കൂട്ടങ്ങളും എല്ലാം നിറഞ്ഞു തരുന്നു ആ ഒരു ലാബ്. അപ്പോഴാണ് ജീൻ ഒരു കാര്യം മനസ്സിലാക്കിയത്. ഗ്യൂസപ്പെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അമോർ ആൻഡ് സൈക്കി എന്ന ആ ഒരു പെർഫ്യൂമാണ്. അതുമാത്രമല്ല അയാൾക്കത് ഉണ്ടാക്കാനും കഴിയുന്നില്ല. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണ് വേണ്ടതെന്ന് ജീൻ തന്നെ ഗ്യൂസപ്പയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ജീൻ ഒരു കാര്യം അയാളോട് പറഞ്ഞു. ഫ്രാൻസിൽ അല്ലെങ്കിൽ ഈ ഒരു പാരീസിൽ ഏറ്റവും നന്നായിട്ട് സുഗന്ധം തിരിച്ചറിയാൻ അല്ലെങ്കിൽ ഗന്ധങ്ങളെ വേർതിരിച്ചറിയാൻ കഴിയുന്നത് ഞാൻ മാത്രമാണ്. പക്ഷേ ഗ്യൂസപ്പയ്ക്ക് അവൻ്റെ ആ രീതിയിലുള്ള സംസാരം ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതൊന്ന് തെളിയിച്ച് കാണിക്കാനായിട്ട് ഗ്യൂസപ്പെ ജീനിനോട് പറയുകയാണ്. ജീൻ യാതൊരു മടിയുമില്ലാതെ അയാളുടെ മുൻപിൽ അവൻ്റെ കഴിവ് തെളിയിക്കുന്നതിനായിട്ട് അവിടെ ഉണ്ടായിരുന്ന പല ഇൻഗ്രീഡിയൻസും പല സെൻറ്റുകളും അവൻ മിക്സ് ചെയ്യുകയാണ്. അവനങ്ങനെ അവൻ്റെ ഒരു പ്രവൃത്തിയിൽ മുഴുകിയിരിക്കുമ്പോൾ ഗ്യൂസപ്പെ പലവട്ടം അവനെ വഴക്ക് പറയുന്നുണ്ട്. കാരണം അവൻ ഉപയോഗിക്കുന്ന ആ ഒരു ടെക്നിക്ക് അത് ശരിയായ രീതിയിലല്ലായിരുന്നു. എന്നിരുന്നാലും അവൻ പറയുന്നതൊന്നും വകവയ്ക്കാതെയാണ് ജീൻ അവൻ്റെ ആ ഒരു പ്രവൃത്തിയിൽ മുഴുകിയിരുന്നത്. അങ്ങനെ എല്ലാം കൂടെ കഴിയുമ്പോൾ അവസാനം ജീൻ ആ ഒരു പെർഫ്യൂം ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ പുതിയ സെൻറ്റിൻ്റെ ആ ഒരു പെർഫ്യൂമിൻ്റെ മണം അടിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഗ്യൂസപ്പെ ഒന്ന് ഞെട്ടിപ്പോയി. കാരണം അമോർ ആൻഡ് സൈക്ക് എന്ന് പറയുന്ന ആ ഒരു പെർഫ്യൂം തന്നെയാണ് ജീൻ ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. തനിക്ക് ഇത്രയും നാൾ ചെയ്യാൻ പറ്റാത്ത ആ ഒരു കാര്യം അത് ജീൻ കുറച്ച് സമയം കൊണ്ടാണ് ചെയ്ത് കാണിച്ചത്. പക്ഷേ ജീൻ പറയുന്നത് അമോർ ആൻഡ് സൈക്ക് എന്ന് പറയുന്നത് അതിപ്പോഴും ഒരു പെർഫെക്റ്റ് പെർഫ്യൂം അല്ല എന്നാണ്. അതിൽ ഇനിയും മാറ്റങ്ങൾ വരാനുണ്ട്. അതിന് ഇനിയും വലിയൊരു പെർഫ്യൂമാക്കി മാറ്റാൻ സാധിക്കുമെന്ന് ജീൻ അയാളോട് പറഞ്ഞു.
അതുകൊണ്ട് അവൻ പിന്നെയും കൂടുതൽ ഇൻഗ്രീഡിയൻസ് എല്ലാം ഉപയോഗിച്ച് അമോറ ആൻഡ് സൈക്കി എന്ന് പറയുന്ന ആ പെർഫ്യൂമിനെ കൂടുതൽ നല്ലതാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഗിസപ്പിക്ക് ജീൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഗിസപ്പിക്ക് ജീനിനോട് ഒരു അസൂയാണ് തോന്നിയത്. തന്നെക്കാളും ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആ ഒരു ചെറുപ്പക്കാരൻ അമോറ ആൻഡ് സൈക്കി എന്ന് പറയുന്ന ആ പെർഫ്യൂമിനെ റീക്രിയേറ്റ് ചെയ്തു. ഗിസപ്പിക്ക് അങ്ങനെ ഒരു അസൂയും അവനോട് ദേഷ്യമുള്ളതുകൊണ്ട് ഉടൻ തന്നെ അവൻ്റെ ലാബിൽ നിന്ന് ജീനിനെ വെളിയിലേക്ക് ആക്കുകയാണ്. ജീൻ വെളിയിലേക്ക് പോയി കഴിയുമ്പോൾ ഗിസപ്പി ജീൻ ഉണ്ടാക്കിയ ആ രണ്ടാമത്തെ പെർഫ്യൂമും കൂടെ ഒന്നുകൂടെ മണത്ത് നോക്കുകയാണ്. ഈ തവണ ഉണ്ടാക്കിയ ആ ഒരു പെർഫ്യൂം അമോറ ആൻഡ് സൈക്കി എന്ന് പറയുന്ന ആ പെർഫ്യൂമിനേക്കാളും എത്രയോ നല്ല രീതിയിലുള്ള ഒരു പെർഫ്യൂമായിരുന്നു. അത് മണത്തിയ ഉടനെ തന്നെ ഗിസപ്പി മറ്റൊരു ലോകത്തിലേക്കാണ് പോയത്. കാരണം ആ ഒരു പെർഫ്യൂമിൻ്റെ സുഗന്ധം നമ്മളെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു വലിയ സുഗന്ധമായിരുന്നു. ആ ഒരു പെർഫ്യൂമിൻ്റെ സുഗന്ധം ഗിസപ്പിനെ നല്ല രീതിയിൽ തലയ്ക്ക് മത്ത് പിടിപ്പിച്ചു. അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ ഗിസപ്പിക്ക് മനസ്സിലൊരു കാര്യം തോന്നി. എന്ത് വില കൊടുത്തും ജീൻ എന്ന് പറയുന്ന ആ യുവാവിനെ വാങ്ങണം. അതിനായിട്ട് ഗിസപ്പി ഗ്രിമാൾ എന്ന് പറയുന്ന ജീനിൻ്റെ ഉടമസ്ഥൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഗ്രിമാൾ ചോദിച്ചതിലും അധികം കാശ് കൊടുത്ത് ജീനിനെ അങ്ങനെ ഗിസപ്പി വാങ്ങുകയാണ്. അങ്ങനെ അവനെ വിട്ടുകിട്ടിയ ആ കാശ് കൊണ്ട് ഗ്രിമാൾ അന്നേ ദിവസം രാത്രി നല്ല രീതിയിൽ മദ്യപിച്ചിട്ട് തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഗ്രിമാളിനെ ഒരു കുതിരവണ്ടി ഇടിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഗ്രിമാൾ തലയടിച്ച് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു നദിയിലേക്ക് വീഴുകയാണ്. അവിടെ വെച്ച് തന്നെ ഗ്രിമാൾ മരണപ്പെട്ടു. അങ്ങനെ ഇതേ സമയം തന്നെ ജീൻ ഗിസപ്പിയുടെ ഒരു അപ്രൻറ്റീസായിട്ട് അല്ലെങ്കിൽ ഒരു തൊഴിലാളിയായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഗിസപ്പിയുടെ അരികിൽ നിന്ന് സുഗന്ധദ്രവ്യങ്ങളുടെ പലതരത്തിലുള്ള കൂട്ടും പല ടെക്നിക്സും ജീൻ അങ്ങനെ പഠിച്ചെടുക്കുകയാണ്. ജീനിൻ്റെ സഹായത്തോടെ തന്നെ ഗിസപ്പിയുടെ ആ ഒരു ഷോപ്പ് പഴയ പ്രതാപത്തിലേക്ക് ഉയർന്നു വരികയാണ്. ആ ടൗണിൽ സുഗന്ധദ്രവ്യങ്ങളുടെ ഏറ്റവും വലിയ കച്ചവടക്കാരനായിട്ട് തന്നെ ഗിസപ്പി വളർന്നു വരികയാണ്. ഗിസപ്പി അങ്ങനെ പല കാര്യങ്ങൾ ജീനിന് പഠിപ്പിച്ചു കൊടുത്തു. അതിനിടയിൽ സുഗന്ധദ്രവ്യങ്ങളിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള തിയറിയും ജീനിന് ഗിസപ്പി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എല്ലാ തരത്തിലുള്ള സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കുമ്പോഴും നമ്മൾ 12 തരത്തിലുള്ള കൂട്ടങ്ങൾ കൂട്ടിയാണ് അതുണ്ടാക്കുന്നത്. പക്ഷേ 13ാമത്തെ ഒരു കൂട്ടം കൂടെയുണ്ട്. ആ ഒരു കൂട്ടം ആരും തന്നെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ആ ഒരു 13ാമത്തെ കൂട്ടത്തിൻ്റെ പ്രത്യേകത ബാക്കി 12നേക്കാളും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു കൂട്ടമായിരിക്കും അത്. അതിൻ്റെ ആ ഒരു എസൻസ്, ആ ഒരു സുഗന്ധം ബാക്കിയുള്ള മനുഷ്യരെ എല്ലാവരെ തന്നെ വശീകരിക്കാൻ കെൽപ്പുള്ള ഒരു വളരെ മികച്ചിട്ട ഒരു കൂട്ടം തന്നെയാണ് അത്. ഗിസപ്പിയുടെ ഈ ഒരു വാക്കുകൾ ജീനിൻ്റെ മനസ്സിൽ വളരെയേറെ ആഴത്തിൽ പതിച്ചു. അപ്പോഴാണ് ജീൻ ഒരു കാര്യം മനസ്സിൽ ഓർത്തത്. കുറേ ദിവസങ്ങൾക്ക് മുൻപ് ഒരു രാത്രി താനൊരു പെൺകുട്ടിയെ കൊന്നതും അവളുടെ ആ ഒരു ഗന്ധം വലിച്ചെടുത്ത ആ ഒരു കാര്യമെല്ലാം അവൻ ഓർത്തെടുക്കുകയായിരുന്നു. അന്നേ ദിവസം രാത്രിയും ജീൻ ഓർത്തിരുന്നത് ആ ഒരു പെൺകുട്ടിയെക്കുറിച്ച് മാത്രമായിരുന്നു. ജീനിന് എങ്ങനെയെങ്കിലും ആ ഒരു 13ാമത്തെ എസൻസ് കണ്ടുപിടിക്കണം. അതുതന്നെ അവൻ്റെ ജീവിത ലക്ഷ്യമാക്കി അവൻ മനസ്സിൽ കണ്ടു. അതിനുവേണ്ടി ജീൻ ഗിസപ്പിയോട് ഒരു കാര്യം ചോദിച്ചു. ഒരു സെൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗന്ധം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പ്രിസർവ് ചെയ്ത് വെക്കുന്നതിന് ഏതെങ്കിലും ഒരു ടെക്നിക്ക് ഉണ്ടോ എന്നാണ് ജീൻ ഗിസപ്പിയോട് ചോദിച്ചത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഗിസപ്പി ജീനിന് എങ്ങനെ ഒരു പെർഫ്യൂമിൻ്റെ സെൻറ്റ് സൂക്ഷിച്ചു വെക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അത് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി 10,000 പുഷ്പങ്ങൾ ഒരുമിച്ച് തിളപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ ഓയിൽ തണുത്തുറയുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. ആ ഓയിൽ തണുത്തുറങ്ങിയതിന് ശേഷം അതിനൊരു ചെറിയ ഫ്ലാസ്കിലേക്ക് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അങ്ങനെ ആ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പല മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ മണിക്കൂറോളം ജീൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു പുഷ്പങ്ങളുടെ ഓയിൽ അവൻ എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടിയത്. അങ്ങനെ അത് എക്സ്ട്രാക്ട് ചെയ്ത് വന്നപ്പോൾ ജീനിന് വളരെ സന്തോഷമായിരുന്നു. അങ്ങനെ ആ ഒരു സുഗന്ധത്തെ ഇല്ലെങ്കിൽ ആ ഒരു ഗന്ധത്തെ സൂക്ഷിച്ചു വെക്കുന്നത് എങ്ങനെയെന്ന് ജീൻ അവസാനം പഠിച്ചിരിക്കുകയാണ്. ജീൻ അങ്ങനെ ഗിസപ്പിയുടെ സഹായമില്ലാതെ സ്വയം പരീക്ഷണങ്ങൾ നടത്തി മുൻപോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. അവനങ്ങനെ സ്വന്തമായിട്ട് പരീക്ഷണങ്ങൾ നടത്താൻ ശ്രമിച്ചു. ജീൻ അങ്ങനെ തെരുവുകളിൽ കാണുന്ന പല വസ്തുക്കളും സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങി. പല രീതിയിലുള്ള ചങ്ങലയും ഹോഴ്സ് ഷൂവും പല രീതിയിലുള്ള സാധനങ്ങൾ അവൻ കളക്ട് ചെയ്തു. അതിനുശേഷം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മെഷീനിലേക്ക് ഇവയെല്ലാം അവൻ എടുത്തിട്ടു. ഈ മെറ്റലുകളുടെയും ഇതുപോലുള്ള വസ്തുക്കളുടെയും ഗന്ധം വേർതിരിച്ചെടുക്കാനായിട്ടാണ് ജീൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അങ്ങനെ പിറ്റേ ദിവസം ഗിസപ്പി ഒരു വലിയ ശബ്ദം കേട്ടിട്ടാണ് അവൻ്റെ ലാബിലേക്ക് ഉണർന്നെഴുന്നേറ്റ് വന്നത്. ലാബിലേക്ക് ചെന്ന് ഗിസപ്പി നോക്കുമ്പോൾ കാണുന്നത് പൊട്ടിക്കരഞ്ഞ് ദേഷ്യപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ജീനിനെയാണ്. ജീൻ അവിടെ നിന്ന് ഉറക്കെ അലറിക്കരയോട് പറയുകയാണ്, ഗിസപ്പിയുടെ സംവിധാനങ്ങൾ ഒന്നും തന്നെ വർക്ക് ചെയ്യില്ല. അയാൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് മണമോ ഗന്ധമോ വേർതിരിച്ചെടുക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടാണ് ജീൻ അവിടെ ഇരിക്കുന്നത്. ഇത്രയും നാളും ജീനിനോട് അയാൾ കള്ളമാണ് പറഞ്ഞതെന്ന് അയാളുടെ നേരെയും ജീൻ ദേഷ്യപ്പെടുകയായിരുന്നു. ഗിസപ്പി അങ്ങനെ അവിടെ ചുറ്റുപാടും ആ ലാബിൽ നോക്കിയപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത്. ഇരുമ്പ് വസ്തുക്കളിൽ നിന്നും മെറ്റലുകളിൽ നിന്നെല്ലാം അതിൻ്റെ ഗന്ധം എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനാണ് ജീൻ 2-3 ദിവസമായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് കണ്ടപ്പോൾ ഗിസപ്പിക്ക് ശരിക്കും ആശ്ചര്യമാണ് തോന്നിയത്. ഇരുമ്പുകളും മെറ്റലുകളും പോലുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്കൊരിക്കലും മണത്തെടുക്കാൻ സാധിക്കത്തില്ല. അതിൽ നിന്ന് തന്നെ സുഗന്ധം ഒരിക്കലും വേർതിരിക്കാൻ സാധിക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഗിസപ്പി പറഞ്ഞ പോലെയൊന്നും അല്ലായിരുന്നു.
ജീൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഗിസപ്പി ആ സുഗന്ധം എക്സ്ട്രാക്ട് ചെയ്യുന്ന ആ മെഷീനിലേക്ക് നോക്കിയത്. അതിൽ അവൻ്റെ ഒരു പ്രിയപ്പെട്ട പൂച്ചനെ കൊന്നിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതും ജീനായിരുന്നു. ആ ഒരു പൂച്ചയിൽ നിന്ന് പോലും അതിൻ്റെ ഗന്ധം വേർതിരിച്ചെടുക്കാനായിരുന്നു ജീൻ ശ്രമിച്ചത്. ഇതുകൂടെ കണ്ടപ്പോൾ ഗിസപ്പിക്ക് ശരിക്കും ജീനിനോട് നല്ല ദേഷ്യം വന്നു. ഒരിക്കലും ജീവനുള്ള ഒരു വസ്തുവിൽ നിന്ന് നമുക്ക് ഗന്ധം വേർതിരിച്ചെടുക്കാൻ കഴിയത്തില്ലെന്ന് ഗിസപ്പി ദേഷ്യപ്പെട്ട് ജീനിനോട് പറഞ്ഞു. ഇതെല്ലാം കേട്ട് നിരാശയിലായിരുന്ന ജീൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട ആ ഗുരു തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ജീനിന് ശരിക്കും സങ്കടമാണ് വന്നത്. ആ ഒരു കാര്യം ശരിക്കും അവനെ വലിയൊരു നിരാശയിലേക്കാണ് കൊണ്ടുപോയത്. ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം അവന് ശരിക്കും പനി പിടിച്ചു. ജീൻ അങ്ങനെ പനി പിടിച്ച് കട്ടിലിലായിരുന്നപ്പോഴും അവന് വേണ്ടി ചികിത്സയ്ക്കായിട്ട് ഡോക്ടർമാരെ എല്ലാം വിളിച്ചത് ഗിസപ്പി ആയിരുന്നു. അവൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്താണെന്നോ ഡോക്ടർമാർക്ക് പോലും പറയാൻ കഴിഞ്ഞില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പനി പിടിച്ച് അതുപോലൊരു മരണക്കിടക്കയിലാണ് ജീൻ ഇപ്പോൾ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ജീൻ ഒരു കാര്യം ഗിസപ്പിയോട് ചോദിച്ചത്. ഗന്ധങ്ങളെ വേർതിരിച്ചെടുക്കാൻ വേണ്ടി മറ്റേതെങ്കിലും ഒരു വഴിയുണ്ടോ എന്നായിരുന്നു അവൻ്റെ ചോദ്യം. ഗിസപ്പി അപ്പോൾ ഉടൻ തന്നെ അവനറിയുന്ന മറ്റൊരു ടെക്നിക്ക് ജീനിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. എൻഫ്ലൂറേജ് എന്നാണ് ആ ടെക്നിക്ക് അറിയപ്പെടുന്നത്. ഗ്രാസെ എന്ന് പറയുന്ന സിറ്റിയിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള ഗന്ധം വേർതിരിക്കുന്ന ടെക്നിക്കാണത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ ജീനിന് ശരിക്കും സന്തോഷമാണ് ഉണ്ടായത്. തൻ്റെ മുൻപോട്ടുള്ള യാത്രയിൽ ഗന്ധങ്ങൾ കണ്ടുപിടിക്കുന്ന ആ ഒരു യാത്രയിൽ ഈ ഒരു പുതിയ ടെക്നിക്ക് അവനെ സഹായിക്കുമെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ പതിയെ പതിയെ അവനുണ്ടായിരുന്ന ആ ഒരു പനിയെല്ലാം വിട്ടുമാറി പോവുകയാണ്. ജീനിന് എത്രയും വേഗം ഗ്രാസെ എന്ന് പറയുന്ന ആ സിറ്റിയിലേക്ക് ചെല്ലണം. കാരണം എൻഫ്ലൂറേജ് എന്ന് പറയുന്ന ആ ടെക്നിക്ക് ഉപയോഗിക്കുന്നത് ആ ഒരു സിറ്റിയിൽ വെച്ചാണ്. പക്ഷേ ഗ്രാസെ എന്ന് പറയുന്ന ആ സിറ്റിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ചില പേപ്പർ വർക്കുകളും ചില അംഗീകാരങ്ങളുടെ ആവശ്യമുണ്ട്. അവൻ്റെ പേപ്പർ വർക്കുകളും ആ കാര്യങ്ങളുമെല്ലാം ചെയ്തു കൊടുത്തത് ഗിസപ്പിയാണ്. അതിന് പകരമായിട്ട് ജീനിന് മാത്രം അറിയാവുന്ന 100ഓളം പെർഫ്യൂമുകളുടെ അതിൻ്റെ ഫോർമുല ഗിസപ്പിക്ക് അവൻ കൈമാറി. അങ്ങനെ ജീനിന് ആവശ്യമായിട്ടുള്ള പേപ്പർ വർക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങളുമായിട്ട് ഗ്രാസെ എന്ന് പറയുന്ന സിറ്റിയിലേക്ക് ജീൻ യാത്ര ചെയ്യുകയാണ്. അന്നേ ദിവസം രാത്രി ഗിസപ്പി അവൻ്റെ കട്ടിലിൽ കയറി കിടന്നപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് കിടന്നത്. കാരണം ആർക്കും ഇതുവരെ അറിയാത്ത 100 പെർഫ്യൂമിൻ്റെ ഫോർമുലയാണ് ജീൻ ഇപ്പോൾ അവന് കൈമാറിയത്. ആ ഒരു ഫോർമുലകൾ മാത്രം മതി തനിക്ക് കോടീശ്വരനാകാൻ. ആ ഒരു കാര്യമോർത്താണ് അവൻ സന്തോഷത്തോടെ കിടന്നത്. പക്ഷേ ആ ദിവസം രാത്രിയിൽ ആ നഗരത്തിൽ വലിയൊരു ഭൂമികുലുക്കമാണ് ഉണ്ടായത്. അതിൽ ഗിസപ്പിയുടെ വീടും തകർന്നു വീണ് ഗിസപ്പി അതിനടിയിൽപ്പെട്ട് മരണപ്പെടുകയാണ്. ജീൻ വന്നു താമസിച്ച ഇടങ്ങളിലെല്ലാം ഇങ്ങനൊരു പ്രതിഭാസം നടക്കുകയാണ്. ജീൻ താമസിച്ച സ്ഥലത്ത് നിന്ന് ജീൻ മാറിപ്പോകുമ്പോൾ ജീനിൻ്റെ യജമാനനായിട്ടുണ്ടായിരുന്ന ആൾക്കാരെല്ലാം ഉടൻ തന്നെ മരണപ്പെടുകയാണ്. അതാണ് ഈ കഥയുടെ ആദ്യത്തിൽ തന്നെ മേഡം ഗിലാഡോ എന്ന് പറയുന്ന ആ ഓർഫനേജിൻ്റെ ഉടമയും പിന്നീട് ഗ്രിമാൾ എന്ന് പറയുന്ന അവരുടെ ഉടമസ്ഥനും ഇപ്പോൾ ഗിസപ്പി എന്ന് പറയുന്ന ആ ഷോപ്പ് ഓണറും അങ്ങനെ മരണപ്പെടുകയാണ്. ഗ്രാസെ എന്ന് പറയുന്ന ആ നഗരത്തിലേക്കുള്ള ജീനിൻ്റെ യാത്രയിൽ വളരെ പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്തുകൂടിയായിരുന്നു അവൻ യാത്ര നടത്തിയത്. അത്രയും മനോഹരമായിട്ടുള്ള അത്രയും നല്ല പ്രദേശത്തോടെയുള്ള അവൻ്റെ യാത്ര മണം പിടിക്കുന്നതിനുള്ള അവൻ്റെ താല്പര്യവും അവൻ്റെ ആ ഒരു കഴിവും കൂടുതൽ കൂട്ടുകയേ ചെയ്തിട്ടുള്ളൂ. ഗ്രാസയിലേക്കുള്ള എളുപ്പ വഴിയിൽ ജീനിന് യാത്ര ചെയ്യാമായിരുന്നിട്ടും പല മലകളും പല കുന്നുകളും കയറി ഇറങ്ങിയിട്ടുള്ള ആ ഒരു വലിയ വഴി തന്നെയാണ് ജീൻ യാത്രയ്ക്കായിട്ട് തിരഞ്ഞെടുത്തത്. പച്ചപ്പും ഹരിതാപയും അതുപോലുള്ള മനോഹരമായ കാര്യങ്ങൾ കണ്ടുകൊണ്ടും അതിൻ്റെ മണങ്ങൾ തിരിച്ചറിഞ്ഞും യാത്ര ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് അവൻ ആ വലിയ വഴി തന്നെ തിരഞ്ഞെടുത്തത്. അതുമാത്രമല്ല, കൂടുതൽ നേരം ശുദ്ധമായി ശ്വസിച്ചു കഴിഞ്ഞാൽ തൻ്റെ മണം പിടിക്കുന്നതിനുള്ള കഴിവും നന്നായിട്ട് വർദ്ധിക്കുമെന്ന് അവൻ വിശ്വസിച്ചു. ജീൻ അങ്ങനെ നടന്ന് വലിയൊരു കുന്നിൻ്റെ മുകളിലേക്ക് എത്തുകയാണ്. അതിനുശേഷം ആ കുന്നിൻ്റെ ചെരുവിലുള്ള ഒരു ഗുഹയിലേക്കും ജീൻ കയറി. ആ ഒരു ഗുഹയ്ക്കുള്ളിൽ കുറച്ചു നേരം വിശ്രമിക്കുന്നതിനാണ് ജീൻ കയറിയത്. പക്ഷേ ആ ഗുഹയിൽ നിന്ന് ജീനിന് ഒരു മണം മാത്രമേ അവന് പിടിച്ചെടുക്കാൻ സാധിച്ചുള്ളൂ. ആ കുന്നിൻ്റെ കല്ലുകളുടെയും അതിൻ്റെ അവശിഷ്ടങ്ങളുടെയും മണം മാത്രമാണ് ജീനിന് മണത്തറിയാൻ കഴിഞ്ഞത്. ആ ഒരു ഒറ്റ മണം മാത്രമാണ് അവനിപ്പോൾ മണക്കാൻ സാധിക്കുന്നത്. ഇത്രയും നാളും അവൻ ജീവിച്ചപ്പോൾ അവൻ്റെ ചുറ്റുപാടും 1000ഓളം ഗന്ധങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ആ ഒരു ഒറ്റ ഗന്ധം മാത്രം അവൻ തിരിച്ചറിയപ്പോൾ അത് ശരിക്കും അവനൊരു ആശ്വാസവും ഉള്ളിലൊരു കുളിർമയുമാണ് നൽകിയത്. എന്തിനേറെ ആ ഒരു കാരണം കൊണ്ട് തന്നെ ആ ഒരു ഗുഹയിൽ അവൻ കഴിയത് കുറേ വർഷങ്ങളാണ്. ആ ഒരു ഗുഹയിൽ ഒരു പ്രാചീന മനുഷ്യനായിട്ട് ആ ഒരു ഒറ്റ ഗന്ധം മാത്രം മണത്തുകൊണ്ട് അവന് പല വർഷങ്ങളാണ് അവിടെ കടന്നുപോയത്. അങ്ങനെ ആ ഗുഹയിലായിരുന്നപ്പോഴും അവൻ്റെ ആദ്യത്തെ കൊലപാതകമായിരുന്ന ആ പെൺകുട്ടിയുടെ കാര്യങ്ങളായിരുന്നു അവൻ മനസ്സിൽ ഓർത്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം അവനൊന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് അവിടുത്തെ മഴയിൽ അവനൊന്ന് കുളിച്ചത്. അങ്ങനെ ആ ഒരു വെള്ളം ദേഹത്ത് വീണപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത്. തൻ്റെ ശരീരത്തിൽ നിന്നുള്ള ആ ഒരു ഗന്ധം എന്ന് പറയുന്നത് മറ്റുള്ള മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമാണ്. ബാക്കിയുള്ള മനുഷ്യരിൽ നിന്നെല്ലാം താൻ വ്യത്യസ്തനാണെന്ന് ജീൻ അങ്ങനെ സ്വയം വിചാരിച്ചു. അതുമാത്രമല്ല, ഈ ലോകത്തിന് മുൻപിൽ തനിക്ക് തെളിയിച്ച് കാണിക്കണം ബാക്കിയുള്ള എല്ലാവരിൽ നിന്നും താൻ വ്യത്യസ്തനാണെന്ന്. അങ്ങനെ ആ ഗുഹയിലുള്ള കുറച്ച് വർഷങ്ങളുടെ താമസങ്ങൾക്ക് ശേഷം ജീൻ ആ ഗുഹയ്ക്ക് വെളിയിൽ ഇറങ്ങുകയാണ്.
അവൻ ഗ്രാസി എന്ന് പറയുന്ന ആ നഗരം ലക്ഷ്യമാക്കി അവൻ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ ഗ്രാസി എന്ന നഗരത്തിലേക്ക് എത്താറായപ്പോഴാണ് ജീനിന് പെട്ടെന്ന് നല്ലൊരു ഗന്ധം അവന് മണത്ത് കിട്ടിയത്. അവനെന്ന് ആദ്യമായിട്ട് ഗന്ധം പിടിച്ചെടുത്ത ആ ഒരു ചുവന്ന മുടിക്കാരിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിനേക്കാളും മികവുറ്റതായിട്ടുള്ള നല്ലൊരു ഗന്ധമായിരുന്നു ഈ തവണ അവന് കിട്ടിയത്. അപ്പോഴാണ് ജീനിന് തൊട്ടരികിൽ കൂടി രാജകീയമായിട്ട് ഒരു കുതിരവണ്ടി കടന്നുപോയത്. ജീനിന് ഇത്രയും നേരം ലഭിച്ച ആ ഒരു ഗന്ധം എന്ന് പറയുന്നത് ആ ഒരു കുതിരവണ്ടിയിലുണ്ടായിരുന്ന ലോറ എന്ന പെൺകുട്ടിയിൽ നിന്നായിരുന്നു. ജീനങ്ങനെ ആ ഒരു മണവും പിടിച്ചുകൊണ്ട് ഗ്രാസി എന്ന നഗരത്തിലേക്ക് കയറി ചെല്ലുകയാണ്. ആ ഒരു നല്ല സുഗന്ധം ആ ഒരു പെൺകുട്ടിയിൽ നിന്നാണ്. ആ പെൺകുട്ടി എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയാനായിട്ട് ആ ഒരു ഗന്ധത്തിൻ്റെ സഹായത്തോടെ അവൻ നടന്നു നീങ്ങിയപ്പോഴാണ് വലിയൊരു കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലേക്ക് അവൻ വന്നു ചെന്ന് നിന്നത്. അതുകൊണ്ട് ആ ദിവസം രാത്രി തന്നെ ആ കൊട്ടാരത്തിൻ്റെ മതിലുകൾ അവൻ ചാടിക്കടന്നു. കൊട്ടാരത്തിലെ ആ വലിയ പൂന്തോട്ടത്തിൽ അവൻ കയറി നിന്നപ്പോൾ കണ്ടത് അങ്ങരികിൽ ആ കൊട്ടാരത്തിലെ ഒരു മുറിയിൽ നിൽക്കുന്ന ലോറ എന്ന ആ പെൺകുട്ടിയാണ്. ജീൻ പരമാവധി ആ പെൺകുട്ടിയിൽ നിന്ന് ആ ഗന്ധം മണത്ത് പിടിക്കുന്നതിനായിട്ട് അവളുടെ അരികിലേക്ക് നടന്നു നീങ്ങി. കൊട്ടാരത്തിൻ്റെ മുറിയിൽ നിന്ന് പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങി വന്ന ലോറയുടെ പുറകിൽ തന്നെ ജീനും ഉണ്ടായിരുന്നു. പക്ഷേ ലോറ എന്ന പെൺകുട്ടി അത് അറിയുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് ലോറയുടെ അച്ഛനായിട്ടുള്ള റിച്ചി അവളെ തിരികെ കൊട്ടാരത്തിലേക്ക് വിളിച്ച് കയറ്റിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഗ്രസിയിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള പെർഫ്യൂം ഷോപ്പിൽ ജീൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. അവൻ്റെ പ്രധാന ലക്ഷ്യം എൻഫ്ലൂറേജ് എന്ന ആ ഒരു ടെക്നിക്ക് പഠിക്കുക എന്നത് തന്നെയാണ്. ഡ്രൂട്ട് എന്ന പ്രഗത്ഭനായിട്ടുള്ള ഒരാളുടെ കീഴിലാണ് ജീൻ എൻഫ്ലൂറേജ് പഠിക്കുന്നത്. എൻഫ്ലൂറേജ് എന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അത് ഉപയോഗിക്കുന്നത് പുഷ്പങ്ങളിൽ നിന്നുള്ള സുഗന്ധം എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ടാണ്. ആദ്യമേ തന്നെ എക്സ്ട്രാക്ട് ചെയ്യേണ്ട ആ പുഷ്പങ്ങൾ മൃഗങ്ങളുടെ കൊഴുപ്പുമായിട്ട് ചേർത്ത് വെക്കും. അതിനുശേഷം വലിയൊരു കണ്ടെയ്നറിൽ അതിട്ട് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തിളപ്പിക്കുന്നത് വഴിയാണ് അതിൽ നിന്ന് ആ ഒരു സെൻറ്റ് ഇല്ലെങ്കിൽ ആ ഒരു സുഗന്ധം വരുന്ന ആ ഒരു പെർഫ്യൂം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ജീൻ കൃത്യമായിട്ട് അവിടെ നിന്ന് പഠിച്ചെടുക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി അവിടെ ഉണ്ടായിരുന്ന ഒരു തൊഴുത്തിൽ വെച്ച് ഒരു യുവാവും ഒരു യുവതിയും ഒരുമിച്ച് സല്ലപിക്കുകയായിരുന്നു. അങ്ങനെ കുറേയേറെ നേരം അവർ സല്ലപിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ആ പെൺകുട്ടി ആ യുവാവിനെ ഒന്ന് പറഞ്ഞ് കളിയാക്കിയത്. ആ കളിയാക്കൽ സഹിക്കാൻ മേലങ്ങിട്ടാകണം ആ യുവാവ് അവളെ വിട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ആ പശുത്തൊഴുത്തിൽ കുറച്ച് ഉയർന്ന ഭാഗത്തായിരുന്നു ആ പെൺകുട്ടി ഉണ്ടായിരുന്നത്. അതിലേക്കുള്ള ഏണിയും അയാൾ പിടിച്ചു വലിച്ചു മാറ്റിയിട്ടാണ് അവിടെ നിന്ന് പോയത്. ആ പെൺകുട്ടിക്ക് തിരികെ താഴേക്ക് ഇറങ്ങി വരാൻ യാതൊരു തരത്തിലുള്ള മാർഗവുമില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ജീൻ ആ തൊഴുത്തിലേക്ക് കയറി വന്നത്. താഴേക്ക് ഇറക്കാനായിട്ട് അവൾ ജീനിനോട് സഹായം ചോദിച്ചു. സഹായിക്കാൻ എന്ന വ്യാജന ജീൻ അവളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. പക്ഷേ അവളെ സഹായിക്കുന്നതിന് പകരം ജീൻ അവളെ കൊല്ലുകയായിരുന്നു ചെയ്തത്. ജീൻ അവളെ കൊന്നതിനും ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് ആ സുഗന്ധം എങ്ങനെയും എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു മനുഷ്യ ശരീരം തന്നെ ആവശ്യമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഈ പെൺകുട്ടി ജീനിന്റെ മുൻപിൽ വന്ന് പെടുന്നത്. അങ്ങനെ ആ പെൺകുട്ടിയുടെ ശരീരം മുഴുവൻ മൃഗത്തിന്റെ ആ കൊഴുപ്പ് ഉപയോഗിച്ച് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ആ വലിയ കണ്ടെയ്നറിലിട്ട് അത് തിളപ്പിക്കുകയാണ്. ആ ശരീരത്തിൽ നിന്ന് അതിന്റെ സെന്റ് വേർതിരിച്ചെടുക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ജീൻ ഇതൊക്കെ ചെയ്തത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവരുടെ ആ ഒരു ഷോപ്പിലേക്ക് ഫ്ലവർ ഡെലിവറി ചെയ്യാനായിട്ട് ഒരു സ്ത്രീ വന്നു. ആ ഒരു സ്ത്രീ അകത്തേക്ക് കയറി വന്ന് ആ കണ്ടെയ്നർ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും താൻ പിടിക്കപ്പെടും. അതുകൊണ്ട് ആ സ്ത്രീ അകത്തേക്ക് കയറുന്നതിന് തൊട്ട് മുൻപ് തന്നെ ജീൻ ആ ഒരു കണ്ടെയ്നർ വലിയൊരു തുണി ഉപയോഗിച്ച് പൊതിഞ്ഞു വെക്കുകയാണ്. അതേ സമയത്ത് തന്നെയാണ് ഡ്രൂട്ട് എന്ന ആ കടയുടെ ഉടമ അവൻ്റെ അടുത്തേക്ക് വന്നത്. ആ വലിയ കണ്ടെയ്നർ മൂടി വെച്ചിരിക്കുന്നത് കണ്ട് അതെന്തിനാണെന്ന് അയാൾ ചോദിച്ചു. ആ കണ്ടെയ്നറിലുള്ള പൂക്കളിൽ വെളിച്ചം തട്ടാതിരിക്കാനാണ് താൻ മൂടിയിട്ടതെന്ന് ജീൻ മറുപടി പറഞ്ഞു. അങ്ങനെ ജീനിൻ്റെ ഭാഗ്യത്തിനാണ് അവിടെ നിന്നും അവൻ അങ്ങനെ രക്ഷപ്പെട്ടത്. പക്ഷേ അവൻ ആ ഒരു സുഗന്ധം എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ആ ഒരു പ്രോസസ്സിലൂടെ മനുഷ്യ ശരീരത്തിൽ നിന്നുള്ള ആ ഒരു ഗന്ധം അവൻ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചു മനുഷ്യ ശരീരത്തിൽ നിന്ന് സെൻറ്റ് വേർതിരിച്ചെടുക്കാൻ പറ്റത്തില്ലെന്ന് അവന് മനസ്സിലായി. ഇനിയും മറ്റേതെങ്കിലും മാർഗം തന്നെ നോക്കണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ മറ്റൊരു പരീക്ഷണത്തിനായിട്ട് ജീൻ മറ്റൊരാളെ തേടി കണ്ടുപിടിക്കാനായിട്ട് പോയി. ഈ തവണ ആ നഗരത്തിലെ ഒരു വേശ്യയാണ് അവൻ വിലക്ക് വാങ്ങിയത്. ആ സ്ത്രീ ആണെങ്കിൽ അവളുടെ കൂടെ തന്നെ ഒരു പട്ടിക്കുട്ടിയും കൂടെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ആ സ്ത്രീ വിചാരിച്ച പോലെ തെറ്റായിട്ടുള്ള ഒരു ഉദ്ദേശത്തിനല്ലായിരുന്നു അവൻ വിളിച്ചത്. ആ സ്ത്രീയുടെ അനുവാദത്തോടു കൂടെ തന്നെ അവളുടെ ദേഹത്ത് അവൻ ആനിമൽ ഫാറ്റ് കൊണ്ട് മൊത്തം പൊതിഞ്ഞു വെച്ചു. പക്ഷേ ആ സ്ത്രീക്ക് അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് യഥാർത്ഥത്തിൽ വ്യക്തമായില്ല. അവൻ്റെ ബാഗിൽ നിന്ന് ആ ഒരു ഫാറ്റിനെ മുറിച്ചെടുക്കാനായിട്ട് അവൻ കത്തിയെടുത്തപ്പോഴാണ് ആ സ്ത്രീക്ക് അപകടം മണത്തത്. ഉടൻ തന്നെ കുതിരി മാറി ഓടാൻ അവൾ ശ്രമിച്ചപ്പോൾ ജീൻ അവൻ്റെ കയ്യിൽ കിട്ടിയ ഒരു ദണ്ട് ഉപയോഗിച്ച് അവളെ തലക്കടിച്ച് കൊല്ലുകയാണ്. ആ സ്ത്രീയെ അവിടെ വെച്ച് കൊന്നതിന് ശേഷം അവൻ തന്നെ കണ്ടുപിടിച്ച പുതിയൊരു ടെക്നിക്ക് അവൻ പ്രയോഗിക്കാൻ തീരുമാനിക്കുകയാണ്. ആദ്യമേ തന്നെ ആ സ്ത്രീയുടെ തലയിലുള്ള ആ മുടിയെല്ലാം അവൻ വെട്ടിക്കളഞ്ഞു. അതിനുശേഷം അവളുടെ ബോഡി മൊത്തമായിട്ട് ആനിമൽ ഫാറ്റ് ഉപയോഗിച്ച് അവൻ കവർ ചെയ്തു.
അതിൻ്റെ കൂടെ തന്നെ ഒരു കഷ്ണം തുണി ഉപയോഗിച്ചും അവൻ പൊതിഞ്ഞു വെച്ചു. അങ്ങനെ കുറച്ച് മണിക്കൂറുകൾ അവൻ വെയിറ്റ് ചെയ്ത് നിന്നു. അതിനുശേഷം ആ സ്ത്രീയുടെ ദേഹത്ത് പുരട്ടിവെച്ച ആ ഒരു ഫാറ്റ് തന്നെ അവൻ കീറിയെടുക്കുകയാണ്. ആ ഫാറ്റ് ഉപയോഗിച്ച് പല രീതിയിലുള്ള പ്രോസസ്സുകൾ അവൻ അതിനുശേഷം നടത്തുകയാണ്. അങ്ങനെ അവസാനം മനുഷ്യ ശരീരത്തിൽ നിന്ന് അവൻ ആ പെർഫ്യൂം അല്ലെങ്കിൽ ആ ഒരു സെൻറ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്. ഇത്രയും നാളും തനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച ആ ഒരു പ്രവൃത്തി അവസാനം ജീൻ അങ്ങനെ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ ആളൊഴിഞ്ഞ സ്ഥലത്ത് നിന്ന് ആ പെൺകുട്ടിയുടെ ശവശരീരം ആ നഗരവാസികൾ കാണുകയാണ്. ഇതേ സമയത്ത് തന്നെ ജീൻ ആ സ്ട്രീറ്റിൽ വെച്ച് തന്നെ പുതിയതായിട്ട് അവൻ കണ്ടുപിടിച്ച ആ ഒരു സെൻറ്റ് അവൻ്റെ ദേഹത്ത് തേച്ചു വെക്കുകയാണ്. അപ്പോഴാണ് തലേ ദിവസം ആ സ്ത്രീ കൂടെ കൊണ്ടുവന്ന ആ ഒരു പട്ടി ആ മണം പിടിച്ച് ജീനിൻ്റെ അടുത്തേക്ക് വന്നത്. യഥാർത്ഥത്തിൽ ആ പട്ടിയുടെ ഓണറായിട്ടുള്ള ആ സ്ത്രീയുടെ മണം പിടിച്ചാണ് അവൻ്റെ അരികിലേക്ക് വന്നത്. അങ്ങനെ ആ സ്ത്രീയിൽ നിന്ന് ആ സ്ത്രീയുടെ സെൻറ്റ് വേർതിരിച്ചെടുത്തുവെന്ന് ജീനിന് ഉറപ്പായി. അങ്ങനെ ഗിസപ്പെ എന്ന് പറയുന്ന അവൻ്റെ പണ്ടത്തെ ഗുരു പറഞ്ഞതുപോലെ 13 സെൻറ്റുകളിൽ അവൻ്റെ ആദ്യത്തെ സെൻറ്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു. അതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള 12 സെൻറ്റുകൾ കണ്ടുപിടിച്ചാൽ മാത്രമേ താൻ വിചാരിച്ച പോലെ ആ ഒരു പെർഫെക്റ്റ് പെർഫ്യൂം, ആ ഒരു പെർഫെക്റ്റ് സെൻറ്റ് തനിക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ജീൻ ഏതായാലും ബാക്കിയുള്ള സെൻറ്റുകൾ ഉണ്ടാക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഗ്രാസിയ എന്ന നഗരത്തിലെ ലോറ എന്ന ആ പെൺകുട്ടിയുടെ പുറകിൽ തന്നെയാണ് ജീൻ ഇപ്പോഴും. ആ പെൺകുട്ടിയുടെ മണം മാത്രം അവനെ പ്രത്യേക രീതിയിൽ ആകർഷിച്ചിരുന്നു. ആ പെൺകുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിയാണ് ഇന്നേ ദിവസം നടക്കുന്നത്. അവളെ ഒന്ന് കാണുന്നതിന് വേണ്ടി ജീൻ പിന്നീടും അവരുടെ വീട്ടിലേക്ക് നുഴഞ്ഞു കയറുകയാണ്. അങ്ങനെ ആ ഒരു ബർത്ത്ഡേ പാർട്ടിയുടെ അവസാനമാണ് ലോറയും അവളുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരെല്ലാം ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറയുന്ന ആ ഒരു ഗെയിം കളിക്കാൻ തീരുമാനിച്ചത്. അവിടെയുള്ള പൂന്തോട്ടത്തിലെ വലിയൊരു മേസിലാണ് അവർ ഇത് കളിക്കുന്നത്. ലോറ അങ്ങനെ ആ പൂന്തോട്ടത്തിൻ്റെ ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുകയാണ്. ലോറയുടെ തൊട്ടരികിലായിട്ട് ജീനും അവളെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ലോറ അതുപോലെ തന്നെ ജീനിൻ്റെ നിഴൽ കാണുന്നുണ്ടായിരുന്നു. ജീൻ ലോറയെ പിടിക്കാനായിട്ട് അവളുടെ നേരെ ഓടി വന്നപ്പോഴാണ് അവൾ മറു സൈഡിലേക്ക് ഓടിപ്പോയത്. അവൾ യഥാർത്ഥത്തിൽ വിചാരിച്ചത് അവരുടെ കൂടെ ഹൈഡ് ആൻഡ് സീക്കിൽ കളിക്കുന്ന മറ്റൊരാളാണ് ജീൻ എന്നാണ്. അങ്ങനെ ഓടിപ്പോയപ്പോഴാണ് അവളുടെ മറ്റൊരു കൂട്ടുകാരൻ അവളെ കണ്ടുപിടിച്ചത്. ഇത് കണ്ടുകൊണ്ടിരുന്ന ജീൻ ദേഷ്യത്തോടെയും അസൂയയുടെയും അവരുടെ തൊട്ടു മുകളിലുണ്ടായിരുന്ന ഒരു ലാമ്പ് കല്ലെറിഞ്ഞ് തകർക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിയപ്പോൾ അവർ കളിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഗെയിം അവിടെ അവസാനിക്കുകയാണ്. പക്ഷേ കളികളെല്ലാം കഴിഞ്ഞപ്പോൾ അവസാനം അവർ ശ്രദ്ധിച്ചപ്പോഴാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന 2 പെൺകുട്ടികൾ കാണാനില്ലെന്ന് അവർ മനസ്സിലാക്കിയത്. ആ പെൺകുട്ടികളെ തേടി അവരെല്ലാം ആ പൂന്തോട്ടത്തിൽ ഇറങ്ങി തിരിച്ചപ്പോഴും ആ 2 പെൺകുട്ടികളെ അവിടെ എങ്ങും അവർ കണ്ടില്ല. യഥാർത്ഥത്തിൽ ആ 2 പെൺകുട്ടികളെയും കടത്തിക്കൊണ്ടുപോയത് ജീനായിരുന്നു. ആ വേശ്യയായ സ്ത്രീയിൽ ചെയ്തതുപോലെ തന്നെ ഈ 2 പെൺകുട്ടികളുടെ ദേഹത്തും ആനിമൽ ഫാറ്റ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അവരുടെ ദേഹത്ത് നിന്ന് ആ ഒരു സെൻറ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് ജീൻ. അങ്ങനെ ജീൻ ഉണ്ടാക്കാനിരുന്ന ആ 13 സെൻറ്റിൽ 3 സെൻറ്റുകൾ അവനിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെയാണ് ജീൻ പണിയെടുക്കാത്തത് കൊണ്ട് അവനെ വഴക്ക് പറയാനായിട്ട് ഡ്രൂവോട്ട് ജീനിൻ്റെ അടുത്ത് വന്നത്. ദേഷ്യത്തോടെ ജീനിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഡ്രൂവോട്ടിന് ജീനിൻ്റെ അടുത്ത് നിന്ന് നല്ല സുഗന്ധം വരികയാണ്. ദേഷ്യപ്പെട്ട് വന്ന ഡ്രൂവോട്ട് സത്യം പറഞ്ഞാൽ ആ ഒരു സുഗന്ധത്തിൻ്റെ വശ്യതയിൽ ഡ്രൂവോട്ട് ജീനിനോട് വളരെ സൗമ്യതയോടെ സമാധാനത്തോടെയാണ് വഴക്ക് പറഞ്ഞത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കാണാതായ ആ 2 പെൺകുട്ടികൾ, അതായത് ജീൻ കൊലപ്പെടുത്തിയ ആ 2 പെൺകുട്ടികളുടെ ബോഡി ഗ്രാസിയ നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട നദിയുടെ മുകളിൽ പൊങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ ഈ നഗരത്തിൽ പെൺകുട്ടികളെ കാണാതാകുന്നു, അവർ കൊലപ്പെടുന്നു എന്ന് പറയുന്നത് ഒരു സ്ഥിരം കാഴ്ചയായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. അവരുടെ ആ നഗരത്തിൽ ഒരു സീരിയൽ കില്ലർ തന്നെ അഴിഞ്ഞാടി നടപ്പുണ്ടെന്ന് അവർക്ക് എല്ലാവർക്കും മനസ്സിലായി. റിച്ചി എന്ന് പറയുന്ന ആ വലിയ ഉദ്യോഗസ്ഥനും അവിടുത്തെ കൗൺസിലുമെല്ലാം ചേർന്ന് ആ നഗരത്തിൽ ഒരു വലിയ കർഫ്യൂ തന്നെ പ്രഖ്യാപിക്കുകയാണ്. ആ സീരിയൽ കില്ലറെ പിടിക്കുന്നതുവരെയായിരിക്കും ഈ കർഫ്യൂ നിലനിൽക്കുക. ആ കൗൺസിലിൽ ഉണ്ടായിരുന്നവരുടെ മിക്ക മക്കളും ഇപ്പോൾ ആ സീരിയൽ കില്ലറുടെ ഭീഷണിയിലാണ്. അവരെല്ലാവരും തന്നെ ഇപ്പോൾ അപകടത്തിലാണ്. നഗരത്തിലുള്ള വേശ്യകളൊഴികെ ബാക്കി എല്ലാ പെൺകുട്ടികളും ഇപ്പോൾ അപകടത്തിലാണ്. കാരണം ആ ഒരു സീരിയൽ കില്ലർ കന്യകമാരെ മാത്രം ലക്ഷ്യമിട്ടാണ് ഈ കൊലകൾ നടത്തുന്നത് എന്നാണ് അവിടെയുള്ള അധികാരികളെല്ലാം മനസ്സിലാക്കിയത്. അവിടെ ഒരു കർഫ്യൂ നടത്തുക എന്ന് പറയുന്നത് ഒരു സാധ്യമായിട്ടുള്ള കാര്യമല്ല. കാരണം ആ നഗരത്തെ മൊത്തത്തിൽ തന്നെ സാമ്പത്തികമായിട്ട് ആ കർഫ്യൂ ബാധിക്കും. അതുകൊണ്ട് അവരുടെ കൗൺസിൽ തന്നെ ആ ഒരു നിർദ്ദേശം തള്ളിക്കളയുകയാണ്. അങ്ങനെ ആ നഗരത്തിൽ പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം കന്യകമാരായിട്ടുള്ള പെൺകുട്ടികളെല്ലാം ജീൻ തട്ടിക്കൊണ്ടു പോവുകയാണ്. അവരെ കൊലപ്പെടുത്തി അവരുടെ ശരീരത്തിൽ നിന്ന് ആ ഒരു സെൻറ്റ് അവൻ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. അതിനുശേഷം ആ പെൺകുട്ടികളുടെ ബോഡി ആരും കാണാത്ത വിജന സ്ഥലത്ത് അവരുപേക്ഷിക്കും. അങ്ങനെ അവിടുത്തെ കൗൺസിലിന് മറ്റൊരു മാർഗവും മുൻപിലില്ലാത്തതുകൊണ്ട് ആ നഗരത്തിൽ കർഫ്യൂ പ്രഖ്യാപിക്കുകയാണ്. ആ നഗരത്തിലെ എല്ലാ മുക്കുമൂലയിലും പോലീസുകാരെയും പടയാളികളെയും എല്ലാം അവർ നിയമിച്ചു. ഇത്രയേറെ മുൻകരുതലുകൾ അവർ ചെയ്തിട്ടും ജീൻ പിന്നീടും കൊലപാതകങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു.
പതിയെ പതിയെ ആ നഗരവാസികളിൽ എല്ലാവർക്കും ഉള്ളിൽ ഭയം വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും അവരുടെ വീടുകൾ അടച്ചുപൂട്ടിയതിനു ശേഷം അതിനുള്ളിൽ തന്നെ ഒരു ദിവസം മുഴുവൻ ജീവിക്കാൻ തുടങ്ങി. നഗരത്തിൽ ചുറ്റി നടക്കുന്ന പടയാളികൾ എല്ലാവരും അവർക്ക് സംശയമെന്ന് തോന്നുന്ന എല്ലാവരെയും തന്നെ വെടിവെച്ച് കൊല്ലാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ നഗരവാസികൾ ആരെങ്കിലും തന്നെ സംശയാസ്പദമായിട്ട് ആരെങ്കിലും കണ്ടാലും അവർ കൂട്ടമായിട്ട് ചേർന്ന് അയാളെ കൊലപ്പെടുത്തും. ജീൻ അങ്ങനെ അവൻ്റെ 12ാമത്തെ ഇരയായിട്ട് ഒരു കന്യാസ്ത്രീയാണ് തിരഞ്ഞെടുത്തത്. അങ്ങനെ ആ ഒരു കന്യാസ്ത്രീയും അവൻ കൊന്നു. 12ാമത് അവൻ കൊന്നത് ഒരു കന്യാസ്ത്രീ ആയതുകൊണ്ട് ആ നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട ബിഷപ്പ് തന്നെ ഇതിനെതിരായിട്ട് ശക്തമായിട്ട് മുൻപോട്ടേക്ക് വന്നു. ആ കൊലയാളി ആരാണെങ്കിൽ തന്നെയും അയാളെ കൊലപ്പെടുത്തണമെന്ന് അവർക്കെല്ലാവർക്കും തന്നെ ഇപ്പോൾ വാശിയായി. ആ ഒരു വലിയ പള്ളിയിൽ ബിഷപ്പ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു പെട്ടെന്നൊരാൾ ആ പള്ളിയിലേക്ക് ഇടിച്ചു കയറി വന്ന് ഒരു വാർത്ത അവരോട് പറഞ്ഞത്. ഇത്രയും നാളും അവർ തേടിക്കൊണ്ടിരുന്ന ആ സീരിയൽ കില്ലറെ കണ്ടുപിടിച്ചുവെന്ന്. ആ ഒരു വാർത്ത കേട്ട ആ ജനങ്ങളെല്ലാം സന്തോഷത്തിലാട്ടു. പക്ഷേ ആ കൗൺസിലിലെ ഒരു പ്രധാനപ്പെട്ട ഓഫീസറായിട്ടുള്ള റിച്ചിക്ക് മാത്രം അവരുടെ ആ വാർത്ത കേട്ടിട്ട് വിശ്വാസമായില്ല. യഥാർത്ഥത്തിലുള്ള ആ കില്ലറുടെ ഡീറ്റെയിൽസും ഇപ്പോൾ ഇവർ പിടിച്ചെന്ന് പറയപ്പെടുന്ന ആ കില്ലറുടെ ഡീറ്റെയിൽസും യാതൊരു വിധത്തിലുള്ള പൊരുത്തവുമില്ല. പക്ഷേ അവരുടെ ആ കൗൺസിലിന് ആരെയെങ്കിലും കണ്ടുപിടിച്ചിട്ട് അവരെ കൊലയാളിയായിട്ട് പ്രഖ്യാപിച്ച് അവരെ തൂക്കിലേറ്റണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതോടുകൂടി ഈ ഒരു കേസ് ഇവിടെ അവസാനിക്കും. അതായിരുന്നു ആ കൗൺസിലിലെ അധികാരികളുടെ പദ്ധതി. യഥാർത്ഥത്തിലുള്ള സീരിയൽ കില്ലറായിട്ടുള്ള ജീൻ ഇപ്പോഴും വെളിയിൽ തന്നെയുണ്ട്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം സീരിയൽ കില്ലർ എന്ന് പറഞ്ഞ് പിടിച്ച അയാളെ തൂക്കിലേറ്റുകയാണ്. പക്ഷേ ഇതേ സമയം ജീൻ അവൻ്റെ ലബോറട്ടറിയിലായിരുന്നു. അവൻ്റെ ലബോറട്ടറിയിൽ 12ാമത്തെ ആ ഒരു സെൻറ്റും മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ 12ാമത്തെ സെൻറ്റും മിക്സ് ചെയ്തപ്പോൾ വന്ന ആ ഒരു സുഗന്ധം അവനെ വളരെയേറെ വശ്യതയിലേക്ക് വീഴ്ത്തി. കാരണം ഒരു മനുഷ്യനെ വരെ വശീകരിക്കാൻ കേൾപ്പുള്ള അത്രയും ശക്തിയുള്ള ഒരു സുഗന്ധമായിരുന്നു അത്. പക്ഷേ ഇതുകൊണ്ടൊന്നും തന്നെ ജീൻ നിർത്താൻ തയ്യാറല്ലായിരുന്നു. ഏറ്റവും അവസാനത്തെ ആ 13ാമത്തെ സുഗന്ധ തൈലം കൂടെ അവൻ ഉണ്ടാക്കണം. ആ 13ാമത്തെ തൈലം എന്ന് പറയുന്നത് ലോറ എന്ന ആ പെൺകുട്ടിയിൽ നിന്നുള്ള ആ ഒരു സുഗന്ധമായിരിക്കണമെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു. അതിനായിട്ട് 13ാമത്തെ ആളായിട്ട് അവൻ സെലക്ട് ചെയ്തതും ലോറ എന്ന പെൺകുട്ടിയെ തന്നെയാണ്. ലോറ ആ സമയത്ത് അവിടുത്തെ നഗരവാസികളുടെ കൂടെയെല്ലാം സന്തോഷിച്ചുല്ലസിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവളുടെ അച്ഛൻ റിച്ചി അവളെ തിരിച്ച് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയത്. കാരണം റിച്ചി എന്ന് പറയുന്ന അവളുടെ അച്ഛന് മാത്രമേ അറിയത്തുള്ളൂ അവരിപ്പോൾ തൂക്കിലേറ്റിയത് യഥാർത്ഥത്തിലുള്ള സീരിയൽ കില്ലറെ അല്ല എന്ന്. യഥാർത്ഥത്തിലുള്ള ആ ഒരു കൊലയാളി ഇപ്പോഴും നഗരത്തിൽ ഇവരുടെ ഇടയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് പേടിയുടെ തന്നെയാണ് റിച്ചി ലോറയെ വിളിച്ചുകൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് പോയത്. അന്നേ ദിവസം രാത്രി തന്നെ ജീൻ രണ്ടും കൽപ്പിച്ച് അവളുടെ ആ വലിയ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നു. ഉറങ്ങിക്കിടന്നിരുന്ന ലോറയുടെ അരികിലേക്ക് അവൻ നടന്നു നീങ്ങി. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ടാണ് റിച്ചി ഉണർന്നെഴുന്നേറ്റത്. അവൻ ആദ്യമേ ഓടിച്ചെന്നത് ലോറയുടെ മുറിയിലേക്കാണ്. പക്ഷേ ലോറയ്ക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നു. അവൾ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. അപ്പോഴാണ് റിച്ചി ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവളുടെ മുറിയിലെ ജനല് തുറന്നു കിടക്കുകയാണ്. റിച്ചിക്ക് അങ്ങനെ ഒരു കാര്യം മനസ്സിലായി. കൊലയാളിയായിട്ടുള്ള അയാൾ ലോറയുടെ മുറിയിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നുവെന്ന്. ഇനിയും ഈ നഗരത്തിൽ കുറേ നാളുകൾ കൂടി നിൽക്കേണ്ടി വന്നാൽ ഉറപ്പായിട്ടും അത് ലോറയുടെ ജീവനെ ബാധിക്കുമെന്ന് അയാൾക്ക് മനസ്സിലായി. അങ്ങനെ ആ നഗരത്തിൽ നിന്ന് മാറി താമസിക്കാനായിട്ട് റിച്ചി തീരുമാനിച്ചു. ലോറയും കൂട്ടിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കളെല്ലാം എടുത്തുകൊണ്ട് അവർ ആ നഗരത്തിൽ നിന്ന് മാറി താമസിക്കാൻ പുറപ്പെടുകയാണ്. കൊലയാളിയെ തെറ്റിദ്ധരിപ്പിക്കണമെന്ന വാശിയോടെ തന്നെ ഒരു ഒഴിഞ്ഞ ആളുകൾ ആരുമില്ലാത്ത ഒരു കുതിരവണ്ടി ഒരു വഴിയിലേക്ക് അവൻ പറഞ്ഞു വിടുകയാണ്. റിച്ചിയും ലോറയും പക്ഷേ മറുഭാഗത്തുകൂടെയാണ് കുതിരയിൽ യാത്ര ചെയ്തത്. പക്ഷേ ഗ്രാസി എന്ന നഗരത്തിലായിരുന്ന ജീനിന് ഒരു കാര്യം മനസ്സിലായി. ലോറയുടെ ശരീരത്തിൽ നിന്നുള്ള ആ ഒരു ഗന്ധം അവൻ്റെ അടുത്ത് നിന്ന് അകന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ നഗരം വിട്ട് തന്നെ അവൾ പോവുകയാണെന്ന് അവൻ അകലെ വെച്ചതിന് മനസ്സിലായി. അവൾ അകലേക്ക് പോകും തോറും അവളുടെ ആ മണം ജീനിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജീൻ ഉടൻ തന്നെ അവൻ്റെ ബാഗിൽ പാക്ക് ചെയ്തുകൊണ്ട് ലോറയുടെ ആ ഒരു ഗന്ധം മണത്ത് പിടിച്ചുകൊണ്ട് അവളുടെ പുറകെ തന്നെ അവൻ യാത്ര ചെയ്യുകയാണ്. ഇതേ സമയത്ത് തന്നെയായിരുന്നു ജീൻ കൊന്ന വേശ്യയായ ആ സ്ത്രീയുടെ വളർത്തുനായ മണം പിടിച്ചുകൊണ്ട് ആ സ്ത്രീയുടെ ചില അവശിഷ്ടങ്ങളുള്ള ഭാഗത്തേക്ക് ഓടി വന്നത്. ആ നായ അതിനുശേഷം മണ്ണും മാന്തി ആ സ്ത്രീയുടെ തുണികൾ വലിച്ചെടുക്കുകയായിരുന്നു. അത് യഥാർത്ഥത്തിൽ ഡ്രൂവോട്ട് എന്ന അയാളുടെ കടയ്ക്ക് തൊട്ടടുത്ത് തന്നെയായിരുന്നു. കടയിലേക്ക് തിരികെ വന്ന ഡ്രൂവോട്ട് കണ്ടത് ഈ നായ വലിച്ചു പറിച്ചെടുക്കുന്ന ആ ഒരു വസ്ത്രമാണ്. ഇത് കണ്ട് സംശയം തോന്നിയ ഡ്രൂവോട്ട് ആ ഭാഗത്തുണ്ടായിരുന്ന സ്ഥലമെല്ലാം കുഴിച്ചു നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവൻ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ കണ്ടത്. ആ 12 സ്ത്രീകളുടെ വസ്ത്രവും അവരുടെ മുടിയും കുഴിച്ചിട്ടിരിക്കുകയാണ് അവിടെയെല്ലാം. വൈകാതെ തന്നെ അവർക്കെല്ലാം മനസ്സിലായി അവർ തേടിക്കൊണ്ടിരുന്ന ആ സീരിയൽ കില്ലർ ജീനാണെന്ന്. ഇതേ സമയം റിച്ചിയും ലോറയും യാത്ര ചെയ്ത് മറ്റൊരു പ്രദേശത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആ നഗരത്തിലുള്ള ഒരു വലിയ സത്രത്തിലെത്തിയിട്ട് അവിടെയുള്ള എല്ലാ മുറികളും അവർ വാടകയ്ക്ക് എടുത്തു. ലോറയ്ക്ക് മാത്രമായിട്ട് ജനലുകളൊന്നുമില്ലാത്ത ഒരു മുറിയാണ് റിച്ചി അവൾക്ക് നൽകിയത്. പുറത്തുനിന്ന് യാതൊരു അപകടവും വരാതിരിക്കാനാണ് റിച്ചി അങ്ങനെയൊക്കെ ചെയ്തത്.
അതിനുശേഷം പുറത്തുനിന്ന് അവളുടെ മുറിയുടെ വാതിൽ പൂട്ടുകയാണ്. ജീൻ പക്ഷേ ഇതേ സമയം ലോറയെ തേടി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ ശരീരത്തിൽ നിന്നുള്ള ആ ഒരു സുഗന്ധം മണത്തെടുത്താണ് അവൻ അവളെ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അധികം താമസിക്കാതെ ലോറ താമസിക്കുന്ന ആ ഒരു സത്രത്തിന് മുൻപിൽ ജീൻ വന്ന് നിൽക്കുകയാണ്. പക്ഷേ ജീനിന് നേരിട്ട് ലോറയുടെ മുറിയിലേക്ക് കയറാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ജീൻ ആദ്യമേ കയറിയത് ആ സത്രത്തിലെ സൂക്ഷിപ്പുകാരുടെ മുറിയിലേക്കാണ്. അതിനുശേഷം റിച്ചിയുടെ മുറിയിലേക്ക് കയറി അവൻ്റെ മേശയിലുണ്ടായിരുന്ന മുറികളുടെ താക്കോലെടുത്ത് ജീൻ അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. അങ്ങനെ ആരും അറിയാതെ തന്നെ ലോറയുടെ മുറിയുടെ വാതിൽ തുറന്ന് അവൻ ലോറയുടെ മുറിയിലേക്ക് കയറി ചെല്ലുകയാണ്. അവളെ കൊല്ലുന്നതിനായിട്ട് ജീൻ കത്തികൾ ഉയർത്തിയപ്പോഴാണ് ലോറ പെട്ടെന്ന് അവൾ കണ്ണുകൾ തുറന്നത്. കത്തി ഉയർത്തിപ്പിടിച്ച ജീനിന് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ഒരു പ്രത്യേക ആകർഷണമാണ് തോന്നിയത്. പക്ഷേ അതൊന്നും ജീനിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് അവനെ കാര്യമായിട്ട് മാറ്റിയിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ റിച്ചി വാതിൽ തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് ആ മുറിയിലെ കട്ടിലിൽ മരണപ്പെട്ട് കിടക്കുന്ന അയാളുടെ മകൾ ലോറയാണ്. ഉടൻ തന്നെ റിച്ചി അവിടെ പൊട്ടിക്കരയുകയാണ്. ഇതേ സമയത്ത് തന്നെ ജീൻ മറ്റൊരിടത്ത് ആരുമില്ലാത്തൊരു സ്ഥലത്ത് വെച്ച് ലോറയുടെ ശരീരത്തിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ആ ഒരു എസൻസ് ബാക്കിയുള്ള 12 പെർഫ്യൂമുകളുമായിട്ട് കൂട്ടിച്ചേർക്കുകയാണ്. അങ്ങനെ ആ 13ാമത്തെ പെർഫ്യൂം ചേർത്ത് ആ മുഴുവൻ പെർഫ്യൂം ഉണ്ടാക്കിയപ്പോൾ അവൻ വിചാരിച്ച പോലെ തന്നെ അത്രയും മികവുറ്റ, ലോകത്ത് ആരും കണ്ടിട്ടില്ലാത്ത അത്രയും മികവുറ്റ ഒരു പെർഫ്യൂമാണ് അവൻ അവിടെ ഉണ്ടാക്കിയത്. അവനുണ്ടാക്കിയ ആ ഒരു മികവുറ്റ പെർഫ്യൂം ഒന്ന് മണത്ത് നോക്കാൻ വന്നപ്പോഴാണ് അവന് ചുറ്റും കുറേ പടയാളികൾ വന്ന് അവനെ വളഞ്ഞത്. ഉടൻ തന്നെ ആ പടയാളികളെല്ലാം അവനെ അറസ്റ്റ് ചെയ്തു. പക്ഷേ അവരാരും തന്നെ കണ്ടുപിടിക്കുന്നതിന് തൊട്ട് മുൻപ് ജീൻ ആ പെർഫ്യൂം എടുത്ത് ആരും കാണാതെ അവൻ്റെ പോക്കറ്റിൽ വെക്കുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ജീനിന് നേരിടേണ്ടി വന്നത് പലതരത്തിലുള്ള ക്രൂരമർദ്ദനങ്ങളാണ്. തല കീഴായിട്ട് അവനെ കെട്ടിത്തൂക്കി വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുന്നു. അതിനുശേഷം റിച്ചി തന്നെ ജീനിനോട് ചോദിക്കുകയാണ് ലോറയെ എന്തിനാണ് അവൻ കൊന്നതെന്ന്. പക്ഷേ ജീൻ ഒരു കാര്യം മാത്രമാണ് മറുപടിയായിട്ട് പറഞ്ഞത്, എനിക്ക് അവളെ വേണമായിരുന്നു. ഇതല്ലാതെ മറ്റൊന്നും തന്നെ ജീൻ പറയുന്നില്ല. അങ്ങനെ മൂവിയുടെ ആദ്യം കാണിച്ചതുപോലെ റിച്ചിയുടെ വധശിക്ഷയ്ക്കായിട്ട് അവിടെയുള്ള ജനങ്ങളെല്ലാം ഒത്തുകൂടിയിരിക്കുകയാണ്. 13 പെൺകുട്ടികളെ കൊന്ന അവൻ വധശിക്ഷ അല്ലാതെ മറ്റൊന്നും അർഹിക്കുന്നില്ല. ജയിലിലേക്ക് വന്ന് കുറേ പടയാളികളും അധികാരികളും വന്ന് അവനെ വലിച്ചിഴിച്ച് കൊണ്ടുപോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പെർഫ്യൂം അവൻ തുറക്കുകയാണ്. അവൻ മനസ്സിൽ എന്തൊക്കെയോ കണ്ടുകൊണ്ടാണ് ആ ഒരു പെർഫ്യൂമിൻ്റെ ബോട്ടിൽ തുറന്നത്. ജനങ്ങൾ കൂടിയിരുന്ന ആ അങ്കണത്തിലേക്ക് ഒരു കുതിരവണ്ടി വരികയാണ്. കുതിരവണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് മറ്റാരുമല്ല, ജീനാണ്. അവിടെ ഉണ്ടായിരുന്ന ഉന്നത അധികാരികളുടെ വസ്ത്രം തന്നെയായിരുന്നു അവരും ധരിച്ചത്. ജീൻ ആ പെർഫ്യൂമിൻ്റെ ബോട്ടിൽ തുറന്നതിൽ പിന്നെ നടന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം. ജീൻ തുറന്ന ആ പെർഫ്യൂമിൻ്റെ വശ്യതയിലാണ് അവിടെ ഉണ്ടായിരുന്ന പടയാളികളും മേലധികാരികളും വീണുപോയത്. ആ പെർഫ്യൂമിൻ്റെ ആ വശ്യതയിലാണ്ട ആ ശക്തി ഉപയോഗിച്ചാണ് അവൻ വെളിയിലേക്കും ഇറങ്ങി വന്നത്. ജീനിൻ്റെ ശരീരത്തിൽ അവൻ തേച്ച ആ പെർഫ്യൂമിൻ്റെ മണം അവിടെ കൂടിയിരുന്ന ജനസദസ്സിലും ജനമധ്യത്തിലും നിറഞ്ഞു. അവിടെ വന്ന പാടെ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം മുട്ടിൽ കുത്തി നിന്ന് അവനെ നമിക്കുകയാണ് ചെയ്തത്. ജീൻ നടന്നു നീങ്ങിയത് ആ കഴുമരം സ്ഥാപിച്ച ആ വലിയ പീഠത്തിന് മുൻപിലേക്കായിരുന്നു. അവൻ ആ കഴുമരത്തിന് തൊട്ടടുത്ത് വന്നപ്പോൾ അവനെ വധിക്കാനിരുന്ന ആ ആരാച്ചാർ പോലും അവന് മുൻപിൽ മുട്ടുകുത്തി നിന്നു. കാരണം അവൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ പെർഫ്യൂമിൻ്റെ സുഗന്ധം അവിടെ കൂട്ടിയിരുന്നവരെ എല്ലാവരെയും മത്തുപിടിപ്പിക്കുകയായിരുന്നു. അവിടെ കയറി നിന്ന ഉടനെ തന്നെ ജീൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പെർഫ്യൂം ഒരു ഹാൻഡ് കർച്ചീഫിൽ പുരട്ടിയതിനു ശേഷം കൈ ഉയർത്തിപ്പിടിച്ച് അവൻ വീശുകയാണത്. ആ ജനമധ്യത്തിൽ മുഴുവൻ അങ്ങനെ ആ സുഗന്ധം നിറയുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം അതിൻ്റെ മണത്തിൽ മത്ത് പിടിച്ച് ഉല്ലാസത്തിലേക്ക് ആണ്ടുപോവുകയാണ്. എന്തിനേറെ അവരുടെ ആ ബിഷപ്പ് പോലും മുട്ടിൽ കുത്തി നിന്ന് അവനെ ഒരു മാലാഖയായിട്ട് തന്നെ വിശേഷിപ്പിച്ചു. അവിടെ കൂടിയിരുന്ന ജനങ്ങളെല്ലാം പിന്നീട് അവന് വേണ്ടി ആർക്ക് വിളിക്കാനും തുടങ്ങി. ജീനിന് എല്ലാ അധികാരങ്ങളും എല്ലാ ശക്തികളും കയ്യിൽ കിട്ടിയ ഒരു പ്രതീതിയായിരുന്നു. പക്ഷേ ആ ഒരു പെർഫ്യൂമിൻ്റെ വശ്യതയിൽ വീണു പോകാതിരുന്നത് ഒറ്റ ഒരാൾ മാത്രമായിരുന്നു, റിച്ചി ആയിരുന്നു അത്. കാരണം അങ്ങ് അകലെ നിന്ന് ഒരു ബാൽക്കണിയിൽ നിന്നായിരുന്നു അവൻ ഇതെല്ലാം വീക്ഷിച്ചത്. അതുകൊണ്ട് ആ പെർഫ്യൂമിൻ്റെ സുഗന്ധം അവൻ്റെ അടുത്ത് വരെ ഇതുവരെ എത്തിയിട്ടില്ല. ജീൻ അതിനുശേഷം അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹാൻഡ് കർച്ചീഫ് ആ ജനമധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ജനങ്ങളെല്ലാം പരസ്പര ബോധമില്ലാതെ അതിൻ്റെ വീഴ്ചയിലങ്ങ് വീണു പോവുകയാണ്. ജനങ്ങളെല്ലാം പിന്നീട് ബോധമില്ലാതെ പല വിധത്തിലുള്ള ബന്ധത്തിലേക്ക് ആണ്ടുപോവുകയാണ്. അവനുണ്ടാക്കിയ ഈ പെർഫ്യൂമിൻ്റെ മാറ്റങ്ങൾ ജീൻ അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. ജീൻ അങ്ങനെ ആ ജനങ്ങളുടെ ആ വീഴ്ചകൾ നോക്കി നിന്നപ്പോഴാണ് ജീനിന് ഒരു കാര്യം ബോധ്യമായത്. പ്രണയമെന്ന ആ വികാരം തന്നിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, തനിക്കിതുവരെ ആരെയും പ്രണയിക്കാനും സാധിച്ചിട്ടില്ല. താൻ ആദ്യമേ കൊന്ന ആ ചുവന്ന മുടിക്കാരിയോട് തനിക്കൊരു പ്രണയമുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ ഈ ഒരു സ്വഭാവം കൊണ്ട് അവളെ വരെ തനിക്ക് കൊല്ലേണ്ടി വരികയാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ജീൻ മനസ്സിലൂടെ ആലോചിച്ചു പോവുകയായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ജീൻ ഒന്ന് മനസ്സിൽ കരഞ്ഞുപോയി. ഉടനെ റിച്ചി എന്ന് പറയുന്ന അയാൾ
ആ കഴുമരത്തിൻ്റെ അടുത്തേക്ക് നടന്നു വന്ന് അവനെ വധിക്കാനായിട്ട് വന്നു. പക്ഷേ ജീനിന് തൊട്ടടുത്തെത്തിയപ്പോൾ ആ പെർഫ്യൂമിൻ്റെ വശ്യതയിൽ അവനും വീണുപോയി. അതിനുശേഷം മുട്ടിൽ കുത്തി നിന്ന് ജീനിനെ തൻ്റെ മകനെന്ന് അവൻ വിളിച്ചു. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോഴായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്കെല്ലാം ബോധം തിരിച്ചു കിട്ടിയത്. ബോധം വന്നപ്പോൾ ജനങ്ങൾക്കെല്ലാം പരസ്പരം ഒരു നാണക്കേടാണ് തോന്നിയത്. കാരണം ബോധമില്ലാതിരുന്ന ആ സമയത്ത് അവർ കാണിച്ചിരുന്നത് അത്രയും ഇളച്ചതകളായിരുന്നു. ഈ സമയം കൊണ്ട് തന്നെ ജീൻ ആ നഗരത്തിൽ നിന്ന് മാറിപ്പോയിരുന്നു. ജീനിന് പകരം ജീൻ നിന്നിരുന്ന ആ കടയുടെ ഉടമയായിട്ടുള്ള ഡ്രോഡിനെയാണ് പടയാളികൾ പിന്നീട് അറസ്റ്റ് ചെയ്തത്. കാരണം മരണപ്പെട്ട ആ സ്ത്രീകളുടെ അവശിഷ്ടങ്ങളും അവരുടെ സാധനങ്ങളുമെല്ലാം അയാളുടെ കടയിൽ നിന്നാണ് ലഭിച്ചത്. തടവിലായിരുന്നപ്പോൾ 14 മണിക്കൂറോളമാണ് ഡ്രോഡിനെ അവർ പീഡിപ്പിച്ചത്. അവനെ ഭീഷണിപ്പെടുത്തി ഈ കുറ്റമെല്ലാം അവനെ കൊണ്ട് തന്നെ അവർ സമ്മതിപ്പിച്ചു. അങ്ങനെ ഡ്രോഡിനെ അവർ തൂക്കിലേറ്റുകയാണ്. ജീൻ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അവനുണ്ടായിരുന്ന ആ പാരീസ് നഗരത്തിലേക്ക് തിരിച്ചുപോയി. ആ നഗരവീതിയിലൂടെ അവൻ നടന്നു പോയപ്പോഴും അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പ്രണയിക്കാനും പറ്റാതെ താൻ ഇത്രയും നാളും ജീവിച്ചു കൂട്ടിയ ആ ഒരു ജീവിതമാണ്. ഉടൻ തന്നെ ജീൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പെർഫ്യൂം ബോട്ടിൽ തുറന്ന് അവൻ്റെ തലയിലേക്ക് ഒഴിക്കുകയാണ്. സ്നേഹവും പ്രണയവുമില്ലാതെ ജീവിക്കുന്നത് ഒരു അർത്ഥമില്ലാത്തൊരു ജീവിതം പോലെ ജീനിന് തോന്നിപ്പോയി. അതുകൊണ്ടാണ് അവസാനം കുറ്റബോധത്തോടെ ജീൻ അങ്ങനെ ചെയ്തത്. ആ പെർഫ്യൂമിൻ്റെ സുഗന്ധത്തിൻ്റെ ശക്തിയിൽ ആ നഗരവീതിയിൽ കൂടിയിരുന്ന ആളുകളെല്ലാം ഉടൻ തന്നെ ജീനിന് മുകളിലേക്ക് ചാടി വീഴുകയാണ്. ഒന്നിനുമേൽ ഓരോന്നായിട്ട് ഓരോ ആൾക്കാരും അവന് മുകളിലേക്ക് ചാടി വീഴുകയാണ്. അതിനുശേഷം അവൻ്റെ ശരീരത്തിൽ നിന്ന് ആ സുഗന്ധം വലിച്ചെടുക്കാൻ അവരെല്ലാം ശ്രമിച്ചു. പിറ്റേ ദിവസം രാവിലെ ആ നഗരത്തിൽ ജീനിൻ്റെ അവശിഷ്ടങ്ങളൊന്നുമില്ല. അവൻ ധരിച്ച വസ്ത്രവും പിന്നീട് ആ പെർഫ്യൂമിൻ്റെ ബോട്ടിൽ മാത്രമാണ് ആ നഗരത്തിൽ അവൻ്റേതെന്ന് പറയാനായിട്ട് അവശേഷിച്ചിരുന്നത്. ചുരുക്കത്തിൽ ആ നഗരവാസികളാൽ തന്നെ ജീൻ അവിടെ മരണപ്പെടുകയായിരുന്നു. പാരീസ് നഗരത്തെ വിറപ്പിച്ച ജീൻ എന്ന ആ സീരിയൽ കില്ലറുടെ അവസാനമായിരുന്നു അത്.